എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, മാർച്ച് 8 നമ്മൾ ഇന്റർനാഷണൽ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ സ്ത്രീകൾ പല മേഖലകളിലും കൈവരിച്ച വിദ്യാഭ്യാസം, തൊഴിലായിക്കോട്ടെ, സാമൂഹികം, പൊളിറ്റിക്സ്, ഏതൊരു മേഖലയിലും ആയിക്കോട്ടെ, സ്ത്രീകൾ കൈവരിച്ചിരിക്കുന്ന നേട്ടത്തിനെ കുറിച്ച് അതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമായിട്ടാണ് നമ്മൾ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടി വിമൻസിന്റെ നേട്ടങ്ങളെ കുറിച്ച് മാത്രമല്ല, ഈ ഒരു ദിവസം എന്ന് പറയുന്നത് സ്ത്രീകൾ നേരിടുന്ന സ്ട്രഗിൾസ് ഇപ്പോഴും എന്തുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു, അതിനെക്കുറിച്ചൊക്കെ ഈ സംസാരിക്കുന്ന ഒരു ദിവസം, ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് വിമൻസ് ഡേ എന്ന് പറയുന്നത്. ഡെവോപ്സ് മലയാളം ഇത്തവണ നമ്മൾ ഒരു എല്ലാ തവണത്തെ പോലെ തന്നെ നമ്മൾ വിമൻസ് സ്പീക്കർ ഓഫ് ദ മന്ത് സെലിബ്രേറ്റ് ചെയ്യാണ്. കഴിഞ്ഞ വർഷവും നമ്മൾ ഈ വിമൻസ് മന്ത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ വിമൻസ് ഡേ തീം എന്ന് പറയുന്നത് തന്നെ ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്ന് പറയുന്നതാണ്. ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ന് പ്രവർത്തിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, അതിലെല്ലാം ഈ ഇൻക്ലൂഷൻ നമ്മൾ കൊണ്ടുവരുന്നത് ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്തവണത്തെ നമ്മളുടെ ഡെവോപ്സ് മലയാളം തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മളെ കഴിഞ്ഞ വർഷം ആണെങ്കിൽ പോലും നമ്മൾ ഈ ഇൻക്ലൂഷൻ എപ്പോഴും നമ്മളുടെ തീമിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ എല്ലാ വർഷവും പുതിയ പുതിയ വിമൻസ് സ്പീക്കറിനെ കൊണ്ടുവരിക, ഈവൻ വിമൻസ് മാത്രമല്ല, എപ്പോഴും പുതിയ സ്പീക്കേഴ്സിനെ കൊണ്ടുവരിക, അവരെന്നെ ഇൻസ്പയർ ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് ഡെവോപ്സ് മലയാളം എന്ന് പറയുന്നത്. ഇത്തവണ നമ്മൾ വീണ്ടും ആ ഒരു 2.0 വിമൻ സ്പീക്കർ ഓഫ് മന്ത് സെലിബ്രേറ്റ് ചെയ്യാണ്. എല്ലാ വീക്കിലും നമ്മൾ വിമൻസിനെ കൊണ്ട് സെഷൻസ് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ. ആൻഡ് ഇത്തവണത്തെ നമ്മളുടെ ഫസ്റ്റ് സെഷൻ സുകന്യാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സുകന്യ ഒരു 7+ years എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്കിയാണ്. കറന്റ്ലി ക്യൂബേഴ്സിൽ വർക്ക് ചെയ്യുന്നു. പുള്ളിക്കാരി ഒരു AWSന്റെ കമ്മ്യൂണിറ്റി ബിൽഡർ ആണ്. ഒരുപാട് ഡെവോപ്സിലെ ടൂൾസും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. സോ വെൽക്കം സുകന്യ, ആൻഡ് വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് സ്റ്റാർട്ട്. താങ്ക്സ് എ ലോട്ട് ആൻഡ് വെൽക്കം ഓൾ. താങ്ക് യു. ആദ്യം തന്നെ എല്ലാവരോടും ഹാപ്പി വിമൻസ് ഡേ ഇൻ അഡ്വാൻസ്. ആൻഡ് പിന്നെ എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഡെവോപ്സ് മലയാളത്തിന് വലിയൊരു നന്ദി. പൊതുവെ വിമൻ സ്പീക്കേഴ്സിനെ അങ്ങനെ കാണുന്നത് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എന്തുകൊണ്ടും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. ഓക്കെ. ആൻഡ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ആക്റ്റീവ് ലോബി ഇൻഫർമേഷൻ സിസ്റ്റം, ഒരു സിസ്റ്റം എഞ്ചിനീയർ ആയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നെറ്റ്വർക്ക് റിഡക്സ്, ലിറ്റ്മസ് 7 ഇവിടെ ഡെവോപ്സ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തു. കറന്റ്ലി ക്യൂബേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓക്കെ, അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇവിടെ EKS ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ EKS, എന്തുകൊണ്ട് EKS ആൻഡ് എന്തൊക്കെയാണ് അതിൽ അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ്. അപ്പോൾ നമുക്കിനി സെഷനിലേക്ക് കടക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു EKS. അപ്പം നമ്മൾ ഈ സെഷനെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് EKSിലുള്ളത്, എങ്ങനെ സ്കെയിലിംഗ്, സെക്യൂരിറ്റി, സ്റ്റോറേജ്, മോണിറ്ററിങ്, കോസ്റ്റ്, ആ പാർട്ടുകളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏറ്റവും അവസാനം ഒരു Q&A സെഷൻ ആയിരിക്കും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ EKS എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് കണ്ടെയ്നേഴ്സിനെ കുറിച്ചായിരിക്കും. അപ്പൊ എന്താണ് കണ്ടെയ്നേഴ്സ്, എന്തിനാണ് നമ്മൾ കണ്ടെയ്നേഴ്സ് യൂസ്? എക്സ്ക്യൂസ് മീ സുകന്യ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഓ, ജസ്റ്റ് എ മൊമെന്റ്, സോറി. സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, പിന്നെ ബാക്കി പാർട്സിലേക്ക് കടക്കും. ഓക്കെ, സോ കണ്ടെയ്നേഴ്സ് എന്താണ്? കണ്ടെയ്നേഴ്സ്
അപ്പം ഞാൻ എൻ്റെ കരിയർ ആക്ച്വലോബിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ മെയിനായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തത് കുറച്ച് VPS സെർവേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് 1-2 EC2 ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് PHP ആപ്ലിക്കേഷൻ അതുപോലെയൊക്കെ റൺ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഡെവലപ്പേഴ്സ് അവരുടെ കോഡ് ബിൽഡ് ചെയ്ത് നമ്മുടെ കോഡ് തരും, സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അവിടുന്ന് റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കോൺഫിഗറേഷൻ ഇഷ്യൂസോ എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ ചിലപ്പോൾ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ ലോക്കൽ മെഷീനിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് സെർവറിൽ വർക്ക് ചെയ്യുന്നില്ല? അപ്പം മെയിനായിട്ട് നമ്മുടെ എഞ്ചിനീയേഴ്സിന്റെ പ്രശ്നമാണ് എന്നുള്ള രീതിക്ക് പറയും. അപ്പം അങ്ങനെയുള്ള പ്രശ്നംസ് ഒഴിവാക്കാനും ഡെവലപ്പേഴ്സിനെ കൂടുതൽ അസിസ്റ്റ് ചെയ്യാനും എല്ലാം കൂടിയിട്ടാണ് കണ്ടെയ്നേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കണ്ടെയ്നറിനകത്ത് കോഡ് ഉണ്ടാവാം, ആ കോഡിന് വേണ്ട എല്ലാ ഡിപ്പെൻഡൻസിയും ഉണ്ടാവാം, അങ്ങനെ എല്ലാം കൂടി ലൈബ്രറീസ് ഉണ്ടാവാം, എല്ലാം കൂടി ഇപ്പോൾ ചേർന്ന് നിൽക്കുന്ന ഒരു പാക്കേജ് പോലെയാണ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. ഈ കണ്ടെയ്നേഴ്സ് നമുക്ക് പോപ്പുലറായി തുടങ്ങിയപ്പം അതിൽ മെയിനായിട്ട് വന്ന ഒരു ഇഷ്യൂ ആണ് എങ്ങനെ ഈ കണ്ടെയ്നേഴ്സ് നമുക്ക് ഡിപ്ലോയ് ചെയ്യാം, എങ്ങനെ ഇപ്പം ഒരു പ്രൊഡക്ഷൻ വർക്ക് ലോഡ് നമ്മൾ കണ്ടെയ്നേഴ്സ് വെച്ച് റൺ ചെയ്യുമ്പോൾ അതെങ്ങനെ അതിലേക്ക് വരുന്ന ട്രാഫിക് മാനേജ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് ആക്സസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും സ്കെയിൽ ചെയ്യണം അത്. അപ്പം എങ്ങനെ ഇത് സ്കെയിൽ ചെയ്യാം, ഇനി അഥവാ ട്രാഫിക് കുറഞ്ഞു വരുന്ന സമയമാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് റിസോഴ്സ് കുറയ്ക്കണം, അപ്പം എങ്ങനെ സ്കെയിൽ ഡൗൺ ചെയ്യാം, പിന്നെ എങ്ങനെ നന്നായിട്ട് ലോഡ് ബാലൻസ് ചെയ്യാം, അതുകൂടാതെ എങ്ങനെയൊക്കെ ഇതിൻ്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാം. കണ്ടെയ്നേഴ്സും അത് റൺ ചെയ്യുന്ന ഹോസ്റ്റ്, കണ്ടെയ്നേഴ്സ് നമ്മൾ റൺ ചെയ്യുന്ന ഹോസ്റ്റിന് നോഡ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെയൊക്കെ ഹെൽത്ത് എങ്ങനെ മോണിറ്റർ ചെയ്യാം, ആക്റ്റീവായിട്ടുള്ള എൻഡ് പോയിന്റ്സ് അല്ലെങ്കിൽ ഇത് ഹെൽത്തി ആണോ അതെങ്ങനെ ചെക്ക് ചെയ്യാം, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്യൂരിറ്റി, ഇതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ കണ്ടെയ്നേഴ്സ് എത്ര പോപ്പുലർ ആവുന്നോ അതിനനുസരിച്ച് വന്നൊരു ഇഷ്യൂ ആണ് എങ്ങനെ ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്യാം. ഇത്രയും ടാസ്കിനെ നമുക്ക് ഓർക്കസ്ട്രേറ്റ് ചെയ്യണം, അതായത് ഇതൊക്കെ മാനേജ് ചെയ്യണം. അതിനെയാണ് നമ്മൾ കണ്ടെയ്നർ ഓർക്കസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അത് മാനേജ് ചെയ്യുന്ന ഒരു ടൂളിനെ. അപ്പം പോപ്പുലറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ആണ് കണ്ടെയ്നർ ഓർക്കസ്ട്രേറ്റർ ആണ് നമ്മുടെ ക്യൂബർനെറ്റീസ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ക്യൂബർനെറ്റീസ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് ഡോക്കർ സ്വാം ഉണ്ട്, പിന്നെ AWS തന്നെ ECS ഉണ്ട്. അപ്പോൾ ഇത്രയും പിന്നെ അപ്പാഷയുടെ ഒരു സർവീസ് കൂടിയുണ്ട്. ഇത്രയും കണ്ടെയ്നർ ഓർക്കസ്ട്രേറ്റർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഏറ്റവും പോപ്പുലർ ആണ് ക്യൂബർനെറ്റീസ്. ഓക്കെ, ക്യൂബർനെറ്റീസിനെ പറ്റി എല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ക്യൂബർനെറ്റീസിൽ മെയിനായിട്ടൊരു മാസ്റ്റർ നോഡ് ഉണ്ടാവും. അപ്പോൾ മാസ്റ്റർ നോഡാണ് ഈ കണ്ടെയ്നേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്നത്. ഈ കണ്ടെയ്നേഴ്സിനെ നമ്മൾ എൻക്യാപ്സുലേറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്തിട്ട് പോഡ്സ് എന്നുള്ളൊരു എൻറ്റിറ്റിയിലേക്ക് ഇടുക. അതായത് പോഡിനകത്താണ് കണ്ടെയ്നേഴ്സ് റൺ ചെയ്യുന്നത്. ഈ പോഡ്സിനെയൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് നോട്ട്സിലിടും. അതിനെയാണ് വർക്കർ നോട്ട്സ് എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ് മാസ്റ്റർ നോഡ്. അപ്പോൾ മാസ്റ്റർ നോട്ട്സും ഉണ്ടാവും, വർക്കർ നോട്ട്സും ഉണ്ടാവും. അപ്പോൾ മാസ്റ്റർ നോഡിനകത്താണ് ഈ പോഡ്സിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഒരു പോഡ് ഏത് നോഡിലേക്ക് ഷെഡ്യൂൾ ചെയ്യണം, അസൈൻ ചെയ്യണം, പിന്നെ ഒരു പോഡ് ഡൗൺ ആകുമ്പോൾ അത് പപ്പാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ ചിലപ്പോൾ പോഡ്സ് നിറഞ്ഞ് ഒരു നോഡ് അതിനകത്ത് ഇനി കൂടുതൽ പോഡിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ വരാം, പുതിയൊരു നോഡ് പ്രൊവിഷൻ ചെയ്യണം, ഇതിനു വേണ്ടിയുള്ള ഡിസിഷൻ എടുക്കുക, അതൊക്കെ ചെയ്യുന്നത് മാസ്റ്റർ നോഡാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് മാസ്റ്റർ നോഡിനകത്തുള്ള HCD എന്നുള്ള ഒരു സർവീസിനകത്താണ്. HCD ഒരു കീ വാല്യൂ സ്റ്റോറേജ് ആണ്. അപ്പം പിന്നെ ക്യൂബ് API സെർവർ, ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള APIs ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സർവീസാണ് ക്യൂബ് API സർവീസ്. അതുകൂടാതെ ക്യൂബ് ഷെഡ്യൂളറാണ് ഏതൊക്കെ പോഡ് ഏത് നോഡിലേക്ക് അസൈൻ ചെയ്യുന്നത്. ക്യൂബ് കൺട്രോളർ ഉണ്ട്. ക്യൂബ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പോഡ് ഡൗൺ ആവുന്നുണ്ടോ അതൊക്കെ നോക്കി അതിനെ അപ്പാക്കുക, അതിനുള്ള ഡ്യൂട്ടീസ് ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നത് HCDയിലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ HCD ഒരു ദിവസം ഡൗൺ ആയി പോയാൽ നമ്മുടെ ക്ലസ്റ്ററിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും കിട്ടാതാവും. അപ്പം ഒരു ക്യൂബർനെറ്റിസ് ക്ലസ്റ്റർ നമുക്ക് റൺ ചെയ്യാം, പക്ഷേ അതുകൂടാതെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എങ്ങനെ അതിനകത്തുള്ള മാസ്റ്റർ നോഡിനകത്തുള്ള കമ്പോണൻസ് ഡൗൺ ആവാതെ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് അതുപോലെ നിലനിർത്തി കൊണ്ടുപോകും. അതൊരു വലിയൊരു ചലഞ്ചാണ്. ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ തന്നെ ഈ HCD എല്ലാം നമുക്ക് തന്നെ കോൺഫിഗർ ചെയ്യാം. 2 EC2 ഇൻസ്റ്റൻസ് പർച്ചേസ് ചെയ്യാം, എന്നിട്ട് അതിനകത്ത് തന്നെ നമുക്കൊരു ക്ലസ്റ്റർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, മാസ്റ്റർ നോഡൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. പക്ഷെ അപ്പോഴും നമ്മൾ നേരിടേണ്ട ഒരു പ്രശ്നമാണ് ഈ ഇൻ കേസ് നമ്മൾ മാസ്റ്റർ നോഡാക്കി സെറ്റ് ചെയ്ത് വെച്ച ഒരു EC2 ഇൻസ്റ്റൻസ് അത് ഡൗൺ ആയിപ്പോയി, അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ തന്നെ ഒരു പാരലായിട്ട് അപ്പൊ തന്നെ അത് വേറൊരു മാസ്റ്റർ നോഡ് അപ്പായി വരണം. പിന്നെ ട്രാഫിക് കൂടുന്നതിനനുസരിച്ച് സ്കെയിൽ ചെയ്യണം.
പിന്നെ HCD എന്ന് പറയുന്ന ഡാറ്റ സ്റ്റോർ ആണല്ലോ, അത് ക്ലസ്റ്ററിനെ പറ്റി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന സർവീസ് ആണല്ലോ, അത് ഡൗൺ ആയിപ്പോയി എന്ത് ചെയ്യും? ഇതിൻ്റെയൊക്കെ മാനേജ്മെന്റ്, അതുകൂടാതെ ഇതിന്റെ ഓരോ പുതിയ ക്യൂബർനെറ്റിസ് വേർഷൻ വരുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യണം. ഇനി വേർഷൻ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ഷൻ വർക്ക് ലോഡിനൊന്നും സംഭവിക്കരുത്. ഐ മീൻ ഡൗൺ ടൈം ഒക്കെ മിനിമൽ ആയിരിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ചലഞ്ചസ്. നമ്മളൊരു സെൽഫ് മാനേജ്ഡ് കുബർനെറ്റിസ് ക്ലസ്റ്റർ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ചലഞ്ചസ് വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാനേജ്ഡ് സർവീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരിക. വേണമെങ്കിൽ നമുക്ക് സെൽഫ് മാനേജ്ഡ് കുബർനെറ്റിസ് ക്ലസ്റ്റർ ബിൽഡ് ചെയ്യാം. നമുക്ക് അത്യാവശ്യം സമയവും നമുക്ക് അത്യാവശ്യം റിസോഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടും നമ്മുടെ തലയിൽ നിന്നുള്ള ഭാരം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മാനേജ് സർവീസിനെ ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മാനേജ്ഡ് കുബർനെറ്റിസ് ഓർക്കസ്ട്രേറ്റഡ് ടൂൾ ആണ് ആമസോൺ EKS. ഓക്കെ, ആമസോൺ EKS എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് കുബർനെറ്റിസിന്റെ ഏറ്റവും പ്യുവർ വേർഷൻ ആണ് അതിനകത്ത് റൺ ചെയ്യുന്നത്. ആൻഡ് നമുക്ക് കുബർനെറ്റിസിന്റെ വേർഷൻ 1.23 തൊട്ട് 1.29 വരെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ടോട്ടൽ 6 വേർഷൻസ് AWS EKSൽ അവൈലബിൾ ആണ്. അതിന് ഏത് വേർഷൻ വേണമെങ്കിലും നമുക്ക് ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഓരോ ഇപ്പൊ എനിക്ക് തോന്നുന്നു 14 months ആണ് ഒരു കുബർനെറ്റിസ് വേർഷന്റെ സപ്പോർട്ട്, സ്റ്റാൻഡേർഡ് സപ്പോർട്ട് കുബർനെറ്റിസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ EKSൽ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് മിനിമം ഒരു 26 months എങ്ങാനും എക്സ്റ്റെൻഡഡ് സപ്പോർട്ട് നമുക്ക് 26 months വരെ സപ്പോർട്ട് കിട്ടും. ആൻഡ് സിസ്റ്റം അപ്ഡേറ്റ് അല്ലെങ്കിൽ കുബർനെറ്റിസ് വേർഷൻ അപ്ഡേറ്റ് എല്ലാം നമുക്ക് EKS വഴി മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് EKS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് AWS തന്നെ ഹൈ അവൈലബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തോളും. അതായത് ഒരു ഭാഗത്തു നിന്ന് ഒരു നോഡ് ഒളിഞ്ഞു പോയാൽ തന്നെ അപ്പുറത്തെ ഭാഗത്ത് അടുത്ത നോഡ് വരും. പിന്നെ മാസ്റ്റർ നോഡിന്റെ എല്ലാ പാർട്സും മാനേജ് ചെയ്യുന്നത് AWS ആണ്. നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കൂടി വേണ്ട. വർക്കർ നോഡ്സ്, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് ലോഡ് റൺ ചെയ്യുന്ന പോർട്സിന്റെ വർക്കർ നോഡ്, അത് വേണമെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. അത് വേണമെങ്കിൽ AWS തന്നെ മാനേജ് ചെയ്ത് തരുകയും ചെയ്യും. അപ്പം അങ്ങനെ അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. ആൻഡ് ഇത് ഓക്കെ, കൺട്രോൾ പ്ലെയിൻ ഇൻസ്റ്റൻസിന് മൊത്തം AWS മാനേജ് ചെയ്തോളും. ആൻഡ് പിന്നെ AWSലെ ബാക്കി സർവീസ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും, S3, ഡൈനാമോഡിബി, ഡാറ്റാബേസ്, അങ്ങനെ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും സർവീസസ് EKS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെഡേക്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് EKSനെ യൂസ് ചെയ്യാവുന്നതാണ് ഒരു കുബർനെറ്റിസ് ക്ലസ്റ്റർ റൺ ചെയ്യുമ്പോൾ. ആൻഡ് EKS കസ്റ്റമേഴ്സ് പോപ്പുലറായിട്ട് എനിക്ക് ഞാനൊരു സർവേ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് കുബർനെറ്റിസ് വർക്ക് ലോഡിൽ 84% AWSലാണ് റൺ ചെയ്യുന്നതെന്നാണ് കണ്ടത്. ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള EKS കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സ്നാപ്പ് ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇത്രയും Amazon.com നമ്മുടെ മെയിൻ ഷോപ്പിംഗ് സൈറ്റ്, പിന്നെ GoDaddy, ഇതൊക്കെ നമുക്ക് EKSലാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി EKS എവിടെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം? ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ AWS കൺസോൾ ആക്സസ് ചെയ്തിട്ടുണ്ടാവും, AWS ക്ലൗഡ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഒബ്വിയസ്ലി AWS ക്ലൗഡിൽ നമുക്ക് EKS ഡിപ്ലോയ് ചെയ്യാം. അതല്ലാതെ എവിടെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പം ചില കസ്റ്റമേഴ്സിന് ഗവൺമെന്റ് റെഗുലേഷൻസ് ഉണ്ടാവാം. ഇന്ന സ്ഥലത്തെ ഇന്ന ജിയോഗ്രഫിയിലെ നമുക്ക് ഒരു EKS ക്ലസ്റ്റർ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ AWS ലോക്കൽ സോൺസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ ജിയോഗ്രഫിക്ക് തൊട്ടടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് EKS ക്ലസ്റ്റർ. അതുകൂടാതെ അതിന്റെ തന്നെ വേറൊരു വേർഷനാണ് AWS Wavelength. അത് മെയിൻ ആയിട്ടും 5G നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ ISP പ്രൊവൈഡറിന്റെ അത് കഴിഞ്ഞിട്ട് വേറൊരു നെറ്റ്വർക്കിലേക്ക് ഡാറ്റ പോവാതിരിക്കുക, അതിനകത്ത് തന്നെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാം. അതിനുള്ള ഫീച്ചറാണ് AWS Wavelength. പിന്നെ AWS Outpost നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അതായത് AWS മാനേജ്ഡ് ഹാർഡ്വെയർ നിങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ വീട്ടിലല്ല നിങ്ങളുടെ ഓഫീസിലോ അവിടെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അവിടെ നമുക്ക് EKS ക്ലസ്റ്റർ ബിൽഡ് ചെയ്യാം. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ചിലപ്പോൾ നിങ്ങൾ ഒരു ഡാറ്റാ സെന്ററിൽ നിങ്ങൾ ചിലപ്പോൾ ലീസ് എടുത്തിട്ടുണ്ടാവും സെർവേഴ്സ് ഒക്കെ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ട്രഡീഷണൽ വേയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് മോഡേണൈസ് ചെയ്യണം, നിങ്ങൾക്ക് അത് കണ്ടെയ്നറൈസ് ചെയ്ത് EKSലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് ക്ലൗഡ് യൂസ് ചെയ്യാൻ വയ്യ, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അത്രയും ഡാറ്റാ സെന്ററിൽ സെർവേഴ്സ് മുന്നേ അപ്ഫ്രണ്ട് ആയിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടേക്കുവാണ്. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ EKS ക്ലസ്റ്റർ സെറ്റ് ചെയ്യാം. ഇത്രയും ഓപ്ഷൻസ് ആണ് AWS EKS പ്രൊവൈഡ് ചെയ്യുന്നത്, ക്ലൗഡിൽ കൂടാതെ തന്നെ.
ഇനി ഈ കേസിന്റെ ആർക്കിടെക്ചർ പറയുകയാണെങ്കിൽ ഇത് ഇവരുടെ ഈ കേസ് കൺട്രോൾ പ്ലെയിൻ്റെ ആർക്കിടെക്ചറാണ്, അതായത് മാസ്റ്റർ നോഡിന്റെ ആർക്കിടെക്ചറാണ് ഇവർ പറയുന്നത്. അത് 3 അവൈലബിലിറ്റി സോണിലായിട്ടാണ് ഡിപ്ലോയ് ചെയ്തേക്കുന്നത്. നെറ്റ്വർക്ക് ലോഡ് ബാലൻസർ ആണ് ട്രാഫിക് മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള API സെർവർ, ഇതൊക്കെ EC2 ഇൻസ്റ്റൻസിലാണ് വർക്കർ നോഡ് മാസ്റ്റർ നോഡ് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല, അതൊക്കെ AWS തന്നെ മാനേജ് ചെയ്യുന്നതാണ്. API സെർവർ, ക്യൂബ് API സെർവർ 2 ഹൈ അവൈലബിലിറ്റിക്ക് വേണ്ടി 2 ഇൻസ്റ്റൻസിലാണ് റൺ ചെയ്യുന്നത്. പിന്നെ HCD, ക്ലസ്റ്ററിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യുന്ന HCD ഇൻസ്റ്റൻസ് 3 അവൈലബിലിറ്റി സോണിലായിട്ടാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതിപ്പം കൺട്രോൾ പ്ലെയിൻ ആർക്കിടെക്ചർ ആണ്. ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് AWS ആണ്. നെക്സ്റ്റ് വർക്കർ നോഡ്സിലേക്ക് വരാം. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ വർക്ക് ലോഡ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത് അതിനെ ഡാറ്റ പ്ലെയിൻ എന്ന് പറയും. അപ്പോൾ ഡാറ്റ പ്ലെയിനിൽ നമ്മൾ വർക്കർ നോഡ്സ് ഡിപ്ലോയ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ വർക്ക് ലോഡ് സെറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് 3 തരത്തിൽ ചെയ്യാം. ഒന്ന് സെൽഫ് മാനേജ്ഡ് നോഡ് ഗ്രൂപ്പ്സ്, പിന്നെയുള്ളത് മാനേജ്ഡ് നോഡ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ AWS ഫാർഗേറ്റ്. ഈ നോഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ബഞ്ച് ഓഫ് EC2 ഇൻസ്റ്റൻസ്, അവിടെ നമ്മൾ നമ്മുടെ പോഡ്സ് ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് സെൽഫ് മാനേജ്ഡ് നോഡ് ഗ്രൂപ്പ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. മാനേജ്ഡ് നോഡ് ഗ്രൂപ്പ്, അതായത് AWS മാനേജ് ചെയ്യുന്ന വർക്കർ നോഡ്സ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ AWS ഫാർഗേറ്റ് എന്ന് പറയുമ്പോൾ സെർവർലെസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, അത് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ 3 തരത്തിൽ വർക്കർ നോഡ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ ഈ സെൽഫ് മാനേജ്ഡ് വർക്കർ നോഡ് ആണെങ്കിൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അതിന്റെ വേർഷൻ അപ്ഗ്രേഡ് ആണെങ്കിലും പിന്നെ ഓട്ടോ സ്കെയിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇന്നത് ചെയ്യണം എന്നൊക്കെ. മാനേജ്ഡ് നോഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാം AWS മാനേജ് ചെയ്തോളും. നമുക്കൊരു ക്ലിക്ക് ചെയ്തിട്ടുള്ള പരിപാടികളേ ഉള്ളൂ, എല്ലാം ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നോക്കാം. സെർവർലെസ് ആണെങ്കിൽ നമുക്ക് പിന്നെ EC2 കാണുക പോലും ഇല്ല. അപ്പം അത് മൊത്തത്തിൽ നമ്മൾ AWS ഇട്ട് കൊടുത്തേക്കാണ്. ഇനി നമ്മളൊരു ഹൈ ലെവൽ ആർക്കിടെക്ചർ നോക്കുവാണെങ്കിൽ ഈ കേസ് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടും കൺട്രോൾ പ്ലെയിൻ റൺ ചെയ്തത്. അതായത് ഇവിടെയാണ് അതൊക്കെ ഈ കേസ് AWS മാനേജർ ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സെൽഫ് മാനേജ്ഡ് വർക്കർ നോട്ട്സ് ഡിപ്ലോയ് ചെയ്യാം, അല്ലെങ്കിൽ മാനേജ്ഡ് വർക്കർ നോട്ട്സ് ഡിപ്ലോയ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഫാർഗേറ്റ് ആകുമ്പോൾ അത് AWS മാനേജർ ആണ്. അതുകൊണ്ട് അതാണ് അതിവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ക്ലസ്റ്റർ ക്രിയേഷൻ, എങ്ങനെ നമുക്കൊരു കുബർനെറ്റിസ് ക്ലസ്റ്റർ ഈ കേസിൽ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് 4 മെത്തേഡ് ഉണ്ട്. ഒന്ന് കൺസോൾ വഴി AWS ഫ്രണ്ട് എൻഡ് വഴി നമ്മൾ കയറി ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ടെറാഫോം അല്ലെങ്കിൽ ക്ലൗഡ് ഫോർമേഷൻ പോലുള്ള IAC ടൂൾസ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ AWS CLI വഴി കമാൻഡ് ലൈൻ വഴി ചെയ്യാം. പിന്നെ ഏറ്റവും എളുപ്പമുള്ളതും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂളാണ് EKSCTL. ഇതും ഒരു കമാൻഡ് ലൈൻ ടൂളാണ്. ജസ്റ്റ് ക്രിയേറ്റ്, ഗെറ്റ്, ഡിലീറ്റ് അങ്ങനെ ചുമ്മാ കുറച്ച് പാരാമീറ്റേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ക്ലസ്റ്റർ ക്രിയേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ് EKSCTL. ഓക്കെ, നമുക്ക് EKSCTL വെച്ചിട്ട് ഒരു ക്ലസ്റ്റർ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് കാണാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ EKSCTL ഡൗൺലോഡ് ചെയ്യണം. പിന്നെ ക്യൂബ്CTL ബൈനറി ഡൗൺലോഡ് ചെയ്യണം. ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് EKSCTL നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം AWS CLIയും കോൺഫിഗർ ചെയ്യണം. അതൊക്കെ അറിയാവുന്ന വിചാരിക്കുന്നു. നമുക്കൊരു IAM യൂസർ അക്കൗണ്ട് ഉണ്ടാവും, അത് വെച്ച് നമ്മൾ AWS CLI കോൺഫിഗർ ചെയ്യാം. എന്നിട്ട് EKSCTL ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് EKSCTL ക്രിയേറ്റ് ക്ലസ്റ്ററിൻ്റെ പേര്, ഏത് റീജിയണിലാണ് വേണ്ടത്, പിന്നെ ഏത് വേർഷനാണ് വേണ്ടത്. 1.29 വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വേർഷൻ എന്ന് വെച്ചാൽ അത് കൊടുക്കാം. പിന്നെ നോഡ് ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ സെൽഫ് മാനേജ്ഡ് നോഡ് ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാനേജ്ഡ് നോഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. സെൽഫ് മാനേജ്ഡ് ആണെങ്കിൽ നമ്മൾ അഡീഷണൽ ഒരു ആർഗ്യുമെന്റ് കൂടി ഇവിടെ പാസ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഒരു മാനേജ്ഡ് നോഡ് ഗ്രൂപ്പാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ പേര് മാനേജ്ഡ് നോഡിന് പേര് കൊടുത്തു. പിന്നെ നോഡ് ടൈപ്പ്, ഏത് ടൈപ്പാണ് വേണ്ടത്. ഇൻസ്റ്റൻസ് ടൈപ്പ് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് ഇൻസ്റ്റൻസ് ആയതുകൊണ്ട് ചെറിയ ടൈപ്പാണ് കൊടുത്തേക്കുന്നത്. പിന്നെ എത്ര നോഡ് വേണം, എത്ര വർക്കർ നോഡ് വേണം, അതും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ CLI ടൂൾ വഴി അത് ഇൻസ്റ്റാൾ ചെയ്യും. വൺസ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് തന്നെ
പോയി നമ്മൾ kubectl ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, kubectlന്റെ ക്യൂബ് കോൺഫിഗിൽ പോയി എല്ലാ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ അത് തന്നെ അങ്ങ് അപ്ഡേറ്റ് ചെയ്ത് വെക്കും. നോർമലി നമ്മളൊരു കുബർനെറ്റിസ് ക്ലസ്റ്റർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പോയി ക്യൂബ് കോൺഫിഗ് ഒക്കെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായി വരും. ഇവിടെ ആകുമ്പോൾ EKCTL തന്നെ ഓട്ടോമാറ്റിക്കലി അത് എല്ലാം ചെയ്ത് വെക്കും. ഇനി നമുക്കൊരു ക്ലസ്റ്ററിന്റെ ഇന്റർഫേസ് നോക്കാം. ഇതാണ് ഒരു ഈ കേസ് എടുത്ത നമുക്ക് ഈ ഒരു ഒറിജിനൽ അക്കൗണ്ട് തന്നെ എടുത്ത് നോക്കാം. ഇതാണ് ഇപ്പൊ എന്റെ ക്ലസ്റ്റർ. ഈ കേസ് ടെസ്റ്റ് ഞാൻ EKCTL ടൂൾ വഴി ക്രിയേറ്റ് ചെയ്ത ക്ലസ്റ്റർ ആണ്. നമുക്ക് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആദ്യം ക്ലസ്റ്റർ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ 1.28 റൺ ചെയ്യുന്നത്. 1.29 ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് കമ്പ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോട്ട്സിനെ നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പം ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്തത് 2 മാനേജ്ഡ് നോട്ട്സ് ആയിരുന്നു. അതുകൂടാതെ ഞാൻ 2 സെൽഫ് മാനേജ്ഡ് നോട്ട്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഈ സെൽഫ് മാനേജ്ഡ് നോഡ് നമുക്ക് അതിനെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. പക്ഷെ മാനേജ്ഡ് നോഡ് ആണെങ്കിൽ ഇതിന് ഇവിടെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് എത്ര വർക്കർ നോട്ട്സ് അഡീഷണൽ ആയിട്ട് വേണം, എത്ര മിനിമം സൈസ്, ഡിസൈഡ് സൈസ്, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കാണാം. പക്ഷെ സെൽഫ് മാനേജ്ഡ് നോഡാണെങ്കിൽ അതൊന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അതേസമയം നമ്മൾ EC2 സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ നോട്ട്സ് എല്ലാം നമുക്ക് ഇവിടെ, ഞാൻ 4 നോഡാണ് ഡിപ്ലോയ് ചെയ്തേക്കുന്നത്. 2 മാനേജ് നോഡും 2 സെൽഫ് മാനേജ് നോഡും. അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷെ ഡീറ്റെയിൽസ് വർക്കർ നോഡിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതെല്ലാം മാനേജർ നോഡാണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് വഴി കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് എത്ര കോഡാണ് ഷെഡ്യൂൾ ആയിരിക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈ കേസ് ആഡ്-ഓൺസ് എന്ന് പറയുമ്പം നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ക്ലസ്റ്റർ ഡിപ്ലോയ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ക്ലസ്റ്ററിൻ്റെ ഫങ്ഷനാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ്-ഓൺസ് യൂസ് ചെയ്യുന്നത്. പല ആഡ്-ഓൺസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ക്യൂബ് പ്രോക്സി, കോർഡിനസ്, VPC-CNI. ഈ ക്യൂബ് പ്രോക്സി എന്ന് പറയുന്നത് പോർട്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും സ്മൂത്ത് ആകാൻ വേണ്ടി. കോർഡിനസ് ആണെങ്കിൽ DNS റെസൊല്യൂഷന് വേണ്ടി ഇൻസൈഡ് ദ ക്ലസ്റ്റർ. ഇനി VPC-CNI ആണെങ്കിൽ പോർട്സിന്റെ നെറ്റ്വർക്കിംഗ് ഒക്കെ മാനേജ് ചെയ്യുന്നത് VPC-CNI വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു EKCTL ടൂൾ വഴി നമ്മൾ ഒരു ക്ലസ്റ്റർ പ്രൊവിഷൻ ചെയ്യുമ്പോൾ ഈ ആഡ്-ഓൺസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ബിൽഡായി വരും. അതിനകത്ത് തന്നെ ഡീഫോൾട്ട് ആയിട്ട് കയറി വന്നോളും. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റോറേജ് ആഡ് ചെയ്യണം. അതായത് ഇപ്പം നിങ്ങൾക്കറിയാം പോഡ്സിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് പോഡിന്റെ ലൈഫ് തീരുമ്പോൾ അതിന്റെ സ്റ്റോറേജ്, അതിന്റെ ഡാറ്റയും അങ്ങ് എക്സ്പയർ ആയി പോകും. അപ്പൊ നിങ്ങൾക്കത് പെർസിസ്റ്റന്റ് ആക്കണം. അതായത് ഒരു പോഡ് റൈറ്റ് ചെയ്ത ഡാറ്റ അവിടെ തന്നെ, ആ പോഡ് നശിച്ചു കഴിഞ്ഞാലും അവിടെ തന്നെ കിടക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പെർസിസ്റ്റന്റ് സ്റ്റോറേജ് ആഡ് ചെയ്യാം കുബർനെറ്റിസിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പം ഈ കേസിൽ വെച്ചിട്ട് നമുക്ക് EBS വോളിയംസിലോ അല്ലെങ്കിൽ EFS-ലേക്ക് നമ്മുടെ ഡാറ്റ റൈറ്റ് ചെയ്യാം, പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. അതിന് വേണ്ടി പക്ഷെ അതിന് നമുക്ക് ഇപ്പൊ നോർമലി നമ്മളൊരു ക്ലസ്റ്റർ പ്രൊവിഷൻ ചെയ്ത് കഴിഞ്ഞ് അതിന് ആ ഒരു ഫംഗ്ഷൻ കിട്ടില്ല. ആ ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് ആഡ്-ഓൺസ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ സ്റ്റോറേജിന്റെ കേസിലാണെങ്കിൽ ആഡ്-ഓൺസ് എടുക്കുക, ഗെറ്റ് മോർ ആഡ്-ഓൺസ് എടുക്കുക. ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ നമ്മുടെ ഫംഗ്ഷൻ ഏതാണോ വേണ്ടത് അതിനുള്ള ആഡ്-ഓൺസ് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി 2 ആഡ്-ഓൺസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ആമസോൺ EFS CSI ഡ്രൈവർ, രണ്ടാമത് ആമസോൺ EBS CSI ഡ്രൈവർ. ഇത് രണ്ടും കൊണ്ടുള്ള യൂസേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ നമുക്ക് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. ഒന്നുകിൽ EBS വോളിയത്തിലേക്ക് ആവാം, അല്ലെങ്കിൽ EFS-ലേക്ക് ആവാം. അപ്പോൾ EFS-ലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി, സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആഡ്-ഓൺ ആണ് ആമസോൺ EFS CSI ഡ്രൈവർ. EBS-ലേക്കാണെങ്കിൽ ആമസോൺ EBS CSI ഡ്രൈവർ.
ഓക്കെ, നെക്സ്റ്റ് വേർഷൻ അപ്ഗ്രേഡ് എങ്ങനെ ചെയ്യാം? ഇപ്പം ഈ കേസിന്റെ ഇപ്പൊ 1.27 നമുക്ക് 1.28 എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം? നമ്മളിപ്പോൾ ഒരു സെൽഫ് മാനേജർ ക്ലസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും വലിയ തലവേദനയുള്ള ഒരു കാര്യമാണ് എങ്ങനെ വേർഷൻ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളത്. അപ്പം ഈ കേസ് പോലുള്ള ടൂൾസ് ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ അത്യാവശ്യം ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു. നമുക്ക് ഇപ്പോൾ ആദ്യം പോയി നമ്മുടെ ക്ലസ്റ്റർ എടുക്കുക, അപ്ഡേറ്റ് നൗ കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ എല്ലാം ചെയ്യുന്നത് കൺട്രോൾ പ്ലെയിൻ മാസ്റ്റർ നോഡിന്റെ എല്ലാ കമ്പോണൻസും അപ്ഡേറ്റ് ആകും. നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് വർക്കർ നോഡും കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. വൺസ് നമ്മുടെ മാസ്റ്റർ നോഡിന്റെ വേർഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോഡിന്റെ അവിടെ നമുക്ക് അപ്ഡേറ്റ് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പൊ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വർക്കർ നോഡ്സ് കൂടി അപ്ഡേറ്റ് ആവും, മാനേജ്ഡ് നോഡ്സ് ആണെങ്കിൽ. ഇനി സെൽഫ് മാനേജ്ഡ് നോട്ട്സ് ആണെങ്കിൽ നമ്മൾ പോയി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പുതിയ AMS ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ പോയി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ആക്ച്വലി അതിനൊക്കെ ട്രാൻസ്ഫോർമേഷൻ ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. അപ്പം വലിയ പാടല്ല, എന്നാലും മാനേജ്ഡ് നോട്ട്സിന്റെ അത്ര ഈസി അല്ല സെൽഫ് മാനേജ്ഡ് നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പം അപ്ഡേറ്റ് ചെയ്യുന്ന കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പൊ 2 നോഡാണ് നമ്മുടെ കയ്യിലുള്ളത്, വർക്കർ നോട്ട്സ് ആണുള്ളത്. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ 2 നോഡും കൂടി പ്രൊവിഷൻ ചെയ്യും. എന്നിട്ട് ആദ്യം ഉണ്ടായിരുന്ന 2 നോട്ട്സിലെ പോഡ്സ് എല്ലാം ഡ്രെയിൻ ചെയ്ത് രണ്ടാമത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോട്ട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതായത് പുതിയതായി ക്രിയേറ്റ് ചെയ്ത നോഡ് എന്ന് പറയുമ്പോൾ പുതിയ വേർഷൻ ആയിരിക്കും. അപ്പോൾ വൺസ് എല്ലാ പോഡ്സും പുതിയ വർക്കർ നോട്ട്സും ലേറ്റസ്റ്റ് വേർഷനുള്ള വർക്കർ നോട്ട്സിലേക്ക് മൂവ് ആയി കഴിഞ്ഞതിന് ശേഷം, അതിൽ ക്രിയേറ്റ് ആയി ചെയ്തതിന് കഴിഞ്ഞ ശേഷം ആദ്യത്തെ പഴയ വേർഷനുള്ള വർക്കർ നോട്ട്സിനെ റിമൂവ് ചെയ്ത് കളയും. ആക്ച്വലി ഇതൊക്കെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇനി പോർട്ട് ലിമിറ്റ്സ് ഉണ്ട്. അതായത് ഈ നമ്മുടെ AWSൽ EC2ലാണെങ്കിൽ പല ഇൻസ്റ്റൻസ് ടൈപ്പ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോ ഇൻസ്റ്റൻസ് ടൈപ്പിലും മാക്സിമം ഇത്ര പോഡ് വരെ പ്രൊവിഷൻ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ആ ലിമിറ്റ് നമുക്ക് ഇവിടെ ഈ ലിങ്കിൽ കയറിയാൽ നമുക്ക് കാണാൻ പറ്റും എത്രയൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്ന. ഓരോ ഇൻസ്റ്റൻസ് ടൈപ്പിനും ഓരോ ലിമിറ്റ് ഉണ്ട്. നെക്സ്റ്റ് സെക്യൂരിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു AWS അക്കൗണ്ട് ഒരു യൂസറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അയാൾക്ക് ക്ലസ്റ്റർ ആക്സസ് ചെയ്യണം. സാധാരണ ഒരു ഈ കേസ് ഒന്നും അല്ലാതെ ഒരു സെൽഫ് മാനേജ്ഡ് ക്ലസ്റ്റർ ആണെങ്കിൽ നമ്മൾ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ ഒരുപാട് ചടങ്ങുകളാണ്, ശരിക്കും ഒരുപാട് പണിയാണ് നമുക്കൊരു സെൽഫ് മാനേജ്ഡ് ക്ലസ്റ്റർ ആണെങ്കിൽ ഒരു യൂസർ ആക്സസ് കൊടുക്കാൻ. പക്ഷെ AWSന്റെ ഈ കേസിലാണെങ്കിൽ നിങ്ങളൊരു IAM യൂസറിനെ ക്രിയേറ്റ് ചെയ്താൽ ആ IAM യൂസറിന് നമുക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും ഈ കേസ് ക്ലസ്റ്ററിലേക്ക്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ് AWS IAM ഓതന്റിക്കേറ്റർ. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഒരു ഈ കേസ് ക്ലസ്റ്ററിൽ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ IAM യൂസറിന് തന്നെ നമുക്ക് ക്ലസ്റ്റർ ആക്സസ് കൊടുക്കാം. അത് 2 തരത്തിൽ കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് ഇപ്പൊ ഞാനൊരു IAM യൂസറിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്, അയാൾക്ക് നമുക്ക് അഡ്മിൻ ആക്സസ് കൊടുക്കാം ക്ലസ്റ്റർ ആക്സസ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഇന്ന നെയിം സ്പേസിലെ ഇന്ന കോഡ് അല്ലെങ്കിൽ ഇന്ന നെയിം സ്പേസിലെ ഇന്ന ഡിപ്ലോയ്മെന്റ് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയും കൊടുക്കാം. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഇവിടെ 3 IAM യൂസേഴ്സ് ഉണ്ട്. ഇത് EKS അഡ്മിൻ. ഈ EKS അഡ്മിൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് ഒരാളെ കൂടി അഡ്മിൻ ആക്കണം എന്ന് താല്പര്യമുണ്ട്. എൻ്റെ EKS ക്ലസ്റ്ററിന്റെ അഡ്മിൻ, അതായത് എല്ലാം യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോൺ അഡ്മിൻ എന്നുള്ള യൂസറിനെ ക്രിയേറ്റ് ചെയ്തത്. ഇത് EKS അഡ്മിൻ ആണ് ഒറിജിനൽ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്ത ആൾ. ഈ ജോൺ അഡ്മിൻ എന്നുള്ളത് എനിക്ക് അഡീഷണൽ ആയിട്ട് ആക്സസ് കൊടുക്കാൻ എനിക്ക് താല്പര്യമുള്ള ഒരാൾ, ഈ ക്ലസ്റ്റർ മാനേജ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ യൂസറിനെ സിസ്റ്റം മാസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. ഏത് യൂസറിനാണോ നമുക്ക്
അഡ്മിൻ പ്രിവിലേജ് കൊടുക്കാൻ താല്പര്യമുള്ളത് ആ യൂസറിനെ എടുക്കുക, അതിൻ്റെ ARN കോപ്പി ചെയ്യുക, എന്നിട്ട് സിസ്റ്റം മാസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് AWS Auth എന്നുള്ള കോൺഫിഗ് മാപ്പിലാണ്. ഈ കോൺഫിഗ് മാപ്പൊക്കെ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് ക്രിയേറ്റ് ആയിക്കോളും. ഇതിനകത്ത് മാപ്പ് യൂസേഴ്സ് എന്നുള്ള സെക്ഷനിൽ പോയി നമ്മൾ ആ യൂസറിൻ്റെ ARN കൊടുക്കുക, എന്നിട്ടൊരു പേര് കൊടുക്കുക, എന്നിട്ട് ഗ്രൂപ്പ്സ് എന്നുള്ള സെക്ഷനിൽ സിസ്റ്റം മാസ്റ്റേഴ്സ് എന്ന് കൊടുത്താൽ ആ യൂസറിനും എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിൻ പ്രിവിലേജ് കിട്ടും. ആ യൂസറിനെ കോൺഫിഗർ ചെയ്ത് AWS CLI യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാം ക്ലസ്റ്ററിന്റെ അഡ്മിൻ ആക്സസ്, ഒരു അഡ്മിൻ എന്തൊക്കെ ചെയ്യാം അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് വേറൊരു യൂസർ ഉണ്ട്, എൻ്റെ ഡെവലപ്പറാണെന്ന് വെച്ചോ. ഈ ഡെവലപ്പറിന് എനിക്ക് ഡിപ്ലോയ്മെന്റ് വ്യൂ ചെയ്യാനും ഡിപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനും അതൊരു പർട്ടിക്കുലർ നെയിം സ്പേസിലെ ഡിപ്ലോയ്മെന്റ് മാത്രം കാണാനും ഡിപ്ലോയ് ചെയ്യാനും മാത്രം കൊടുത്താൽ മതി എന്ന് വെച്ചോ. അങ്ങനെയുള്ള കേസിൽ നമുക്ക് റോൾ ബൈൻഡിങ് കുബർനെറ്റിസിൽ ഈ 2 ഓപ്ഷൻസ് കൂടി യൂസ് ചെയ്യേണ്ടി വരും. ബോബ് ഡെബ് ഇതാണ് എൻ്റെ യൂസർ. ഈ യൂസറിന് വേണ്ടി ഞാനൊരു ഡിപ്ലോയ്മെന്റ് റോള് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഞാനൊരു സാമ്പിൾ എന്നുള്ളൊരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ഈ സാമ്പിൾ നെയിം സ്പേസിൽ കുറച്ച് ഡിപ്ലോയ്മെന്റ്സ് ഉണ്ട്. അപ്പം ഈ ഡിപ്ലോയ്മെന്റ്സ് ഈ സാമ്പിൾ നെയിം സ്പേസിലെ ഡിപ്ലോയ്മെന്റ്സ് മാത്രം ആ യൂസറിന് കണ്ടാൽ മതി, അതിലേക്ക് ഡിപ്ലോയ് ചെയ്താലും മതി. വേറെ ഒന്നും, അതായത് ക്യൂബ് സിസ്റ്റം നെയിം സ്പേസിലെയോ അങ്ങനെ മാനേജ്മെന്റ് സൈഡിലുള്ള ഒന്നും കാണാൻ പാടില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഒരു റോള് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞു കൊടുത്തേക്കുന്ന റോളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ റിസോഴ്സസ്, ഡിപ്ലോയ്മെന്റ്സ്, റെപ്ലിക്ക സെറ്റ്, പോഡ്സ് ഇതൊക്കെ ഗെറ്റ് ചെയ്യാം, വാച്ച് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇത്രയും ഓപ്ഷനുള്ള ഒരു റോള് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ റോളിനെ ബൈൻഡ് ചെയ്യണം. യൂസറുമായിട്ട് ബൈൻഡ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ റോളിനെ ബോബ് ഡെവ് എന്നുള്ളൊരു യൂസറായിട്ട് ബൈൻഡ് ചെയ്തു. ഇനി ഈ ബോബ് ഡെവ് യൂസർ ആരാണെന്ന് നമ്മുടെ ക്ലസ്റ്ററിന് അറിയില്ല. അപ്പൊ ഈ ബോബ് ഡെവ് യൂസർ ആരാണ്, അത് നമ്മുടെ IAM യൂസറാണ്, ഈ ARN ഉള്ള IAM യൂസറാണെന്ന് പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ ചെയ്യുന്നത് AWS Auth കോൺഫിഗ് മാപ്പിലാണ്. അത് നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. അതായത് ബോബ് ഡെവ് എന്നുള്ള ഒരു യൂസറിനെ ഈ ഡിപ്ലോയ്മെന്റ് റോളായിട്ട് മാച്ച് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ARN കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നമ്മളൊരു റോള് ക്രിയേറ്റ് ചെയ്തു, ആ റോളിനെ നമ്മൾ ബോബ് ഡെവ് എന്നുള്ള ഒരു യൂസറായിട്ട് ബൈൻഡ് ചെയ്തു. എന്നിട്ട് ഈ ബോബ് ഡെവ് യൂസറാണ് ഈ IAM യൂസർ എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇനി നമ്മൾ ഈ യൂസറിനെ നമ്മൾ AWS CLI കോൺഫിഗർ ചെയ്ത് പോഡ്സ് ഗെറ്റ് ചെയ്യാൻ നോക്കിയാൽ സാമ്പിൾ എന്നുള്ള നെയിം സ്പേസിലെ പോഡ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കി ഒന്നും ക്യൂബ് സിസ്റ്റം നെയിം സ്പേസിലെ ഒന്നും കാണാൻ പറ്റില്ല, പെർമിഷൻ ഡിനൈഡ് അടിക്കും. ഇങ്ങനെ നമുക്ക് ഗ്രാനുലർ ആക്സസ് കൊടുക്കാം, അതായത് പർട്ടിക്കുലർ നെയിം സ്പേസിൽ മാത്രം. ഇതൊക്കെ നമുക്ക് ഈ കേസ് യൂസ് ചെയ്തുള്ള ഒരു ഗുണങ്ങളാണ്. ഇനി നെക്സ്റ്റ് കേസ് ഇൻഗ്രസ് നിങ്ങൾക്കൊക്കെ അറിയാവുമായിരിക്കാം. അതായത് ഇപ്പം നിങ്ങൾക്കൊരു ഡൊമൈൻ ഉണ്ട്, testcollege.com എന്നുള്ളൊരു ഡൊമൈനാണ്. പിന്നെ ആ കോളേജിൽ ഒരു CS ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, EC ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ CS വേണ്ടി നമ്മൾ CS-ലെ കാര്യങ്ങൾ മാത്രം, അതിനകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നു അതിനൊക്കെ വേണ്ടി നമ്മളൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് Nginx റൺ ചെയ്യുന്നുണ്ട്, ഈ 2 ബോർഡിൽ റൺ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ.
ഇനി ഈസി ആണെങ്കിൽ ഈസി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ വേറൊരു സബ് ഡൊമൈനിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വേറെ കുറച്ച് പോർട്സിൽ ഡിപ്ലോയ്മെന്റ് ആയിട്ട് ബിൽഡ് ചെയ്തേക്കുവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് രണ്ടും നമ്മൾ cs.testcollege.com അല്ലെങ്കിൽ ec.testcollege.com ഇത് രണ്ടും കോൾ ചെയ്യുമ്പോൾ നമുക്കിത് നമ്മുടെ വെബ്സൈറ്റ് ബ്രൗസറിൽ കാണണം. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യലി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതിനൊരു ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് മാപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കേസിൽ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ലോഡ് ബാലൻസർ cs.testcollege.com വേണ്ടി ഒരു ലോഡ് ബാലൻസർ അല്ലെങ്കിൽ ec.testcollege.com വേണ്ടി ഒരു ലോഡ് ബാലൻസർ, ഇങ്ങനെ മൾട്ടിപ്പിൾ ലോഡ് ബാലൻസേഴ്സ് വരും. ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇങ്ങനെ ഒരുപാട് ലോഡ് ബാലൻസേഴ്സ് ക്രിയേറ്റ് ആയി ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇങ്ങനെയുള്ള കേസിൽ നമുക്കിത് മാനേജ് ചെയ്യാനും പാടാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇതിന്റെ കോസ്റ്റും കൂടി നോക്കണമല്ലോ. ഇത്രയും ലോഡ് ബാലൻസേഴ്സിന്റെ കോസ്റ്റ് ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെയുള്ള കേസിലാണ് ഇൻഗ്രസ് വരുന്നത്. ഇൻഗ്രസ് ആകുമ്പോൾ നമുക്ക് ഒറ്റ ലോഡ് ബാലൻസർ വഴി ഇനി ഇസിയിലേക്കാണോ അല്ലെങ്കിൽ CS-ലേക്കാണോ റിക്വസ്റ്റ് വരുന്നതെന്നനുസരിച്ച് നമുക്ക് മാപ്പ് ചെയ്ത് വിടാൻ പറ്റും. അപ്പോൾ അതായത് പാത്ത് ബേസ്ഡോ അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിം ബേസ്ഡോ ഒക്കെ ഒരു റൗട്ടിങ് നമുക്ക് ഇൻഗ്രസ് വഴി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ CS-ലേക്കാണ് പോകേണ്ടതെങ്കിൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇൻഗ്രസിലേക്കാണെങ്കിൽ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക്, അങ്ങനെയൊക്കെ നമുക്ക് ഇൻഗ്രസ് റൂൾസ് എഴുതിയിട്ട് നമുക്ക് പാസ് ചെയ്യാം, ട്രാഫിക് അങ്ങനെ പാസ് ചെയ്യാം. അപ്പോൾ ഇൻഗ്രസിന്റെ മെയിനായിട്ട് കൺട്രോൾസ് ഇതിന് വേണ്ടിയിട്ട് ഇൻഗ്രസ് കൺട്രോളേഴ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് എൻജിനെക്സ് ഇൻഗ്രസ് കൺട്രോളർ ഉണ്ട്, HA പ്രോക്സി ഉണ്ട്, ALB ഇൻഗ്രസ് കൺട്രോളർ ഉണ്ട്. ഇത് സ്പെഷ്യലായിട്ട് നമ്മുടെ AWSന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിവിടെ ഒരു ALB ഇൻഗ്രസ് കൺട്രോളർ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ALB ഇൻഗ്രസ് കൺട്രോളറിന്റെ ഒരു ഡിപ്ലോയ്മെന്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിൻ്റെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള URLs ഒക്കെ ഞാൻ ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഞാൻ ഡെമോ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ ബേസിക്കലി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻഗ്രസ് റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒരു ലോഡ് ബാലൻസർ ക്രിയേറ്റ് ആവണം. അപ്പം ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് ഈ ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള പെർമിഷൻ വേണം. ഈ പെർമിഷൻ വേണം, അതായത് നമ്മുടെ ഒരു AWS ഇപ്പൊ നമുക്കൊരു IAM യൂസറിന് ഒരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള പെർമിഷൻ വേണമല്ലോ. അതുപോലെ കുബർനെറ്റ്സിന്റെ അകത്ത് നിന്നിട്ട് പുറത്തുള്ള ഒരു ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഈ ലോഡ് ബാലൻസറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ IAM പെർമിഷൻ പോലെ പെർമിഷൻ വേണം. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് OIDC കണക്ടർ, OpenID കണക്ടർ എന്ന് പറയുന്ന ടൂൾ. അത് വെച്ചിട്ട് നമുക്ക് ക്ലസ്റ്ററിന്റെ അകത്ത് നിന്നുകൊണ്ട് ബാക്കി ഈ AWSലെ ബാക്കി റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ S3 ആക്സസ് ചെയ്യാം, അങ്ങനെ പലതും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്തിട്ട്. ഈ കേസിൽ OIDS ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു സാമ്പിൾ ലോഡ് ബാലൻസർ ആണ്. മൾട്ടിപ്പിൾ ഡിപ്ലോയ്മെന്റ്സിനെ അല്ലെങ്കിൽ സർവീസിനെ ഈ ഒരു സിംഗിൾ ലോഡ് ബാലൻസറിനെ വെച്ചിട്ട് നമുക്ക് ട്രാഫിക് റൗട്ട് ചെയ്ത് വിടാൻ പറ്റും. ഒരുപാട് ലോഡ് ബാലൻസറിന്റെ ആവശ്യമില്ല. ഓരോ സർവീസിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ വെബ്സൈറ്റിനും ഓരോ ലോഡ് ബാലൻസിന്റെ ആവശ്യമില്ല ഈ കേസിൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഗ്രസ് കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്കെയിലിംഗ് എങ്ങനെയാണെന്ന്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു ട്രാഫിക് കൂടുന്നതിനനുസരിച്ച് സ്കെയിൽ ചെയ്യുക, അതാണ് ഒരു മെയിൻ ആയിട്ട് ഒരു കണ്ടെയ്നർ ഓർക്കസ്ട്രേറ്ററിന്റെ മെയിൻ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് EC2 ആണെങ്കിൽ എന്ത് ചെയ്യും, EC2ൽ നമുക്ക് ക്ലൗഡ് വാച്ച് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇപ്പോൾ CPU ലോഡ് കൂടുകയാണെങ്കിൽ 2 ഇൻസ്റ്റൻസ് എക്സ്ട്രാ കൊടുക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കുബർനെറ്റ്സിന്റെ കേസിലാവുമ്പോൾ ഇപ്പൊ നമുക്ക് പോഡ് ഷെഡ്യൂൾ ചെയ്യണം ഇന്ന നോഡിൽ. പക്ഷെ ആ പോഡ് റിക്വസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന CPU നമ്മുടെ നോഡിൽ അവൈലബിൾ ആയിരിക്കില്ല, അതിന് കൊടുക്കാൻ പറ്റിയ റിസോഴ്സ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കേസിൽ സ്കെയിൽ ചെയ്യേണ്ടി വരും. അത് പക്ഷെ നമ്മുടെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പ് മാത്രം വെച്ച് നടക്കില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എക്സ്റ്റേണൽ ടൂൾസിന്റെ ആവശ്യം വരും. അതാണ് ക്ലസ്റ്റർ ഓട്ടോ സ്കെയിലർ, അല്ലെങ്കിൽ പിന്നെ വേറൊരു ടൂൾ ഉള്ളത് കാർപെൻറ്റർ. ക്ലസ്റ്റർ ഓട്ടോ സ്കെയിലർ വെച്ചിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാം, അല്ലെങ്കിൽ കാർപെൻറ്റർ യൂസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാം.
ക്ലസ്റ്റർ ഓട്ടോസ്കെയിലർ ആണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പോർട്സ് നോട്ട്സിൻ്റെ അകത്തേക്ക് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് അത് നോക്കും ഇപ്പോൾ എക്സിസ്റ്റിംഗ് നോട്ട്സിൽ റിസോഴ്സ് അവൈലബിൾ ആണോ, ഈ പോർട്സ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ. അങ്ങനെ പറ്റില്ല എന്നുള്ള കേസാണെങ്കിൽ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിനെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പുതിയ നോട്ട്സ് പ്രൊവിഷൻ ചെയ്യും. എന്നിട്ട് അതിനകത്ത് പുതിയ നോട്ട്സ് അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഷെഡ്യൂളറിന് പോർട്സ് നോഡിലേക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇതാണ് ക്ലസ്റ്റർ ഓട്ടോ സ്കെയിലർ ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 9 പോർട്സ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ 8 പോർട്സ് പ്രൊവിഷൻ ചെയ്തു, 9th പോഡ് ഷെഡ്യൂൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ 2 നോഡിൽ സ്ഥലമില്ല, അല്ലെങ്കിൽ റിസോഴ്സ് അവൈലബിൾ അല്ല. അപ്പോൾ ക്ലസ്റ്റർ ഓട്ടോ സ്കെയിലർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൂന്നാമത്തെ ഒരു നോഡ് കൂടി പ്രൊവിഷൻ ചെയ്യും. പക്ഷേ അതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഇനിയും 3 പോർട്സ് ഷെഡ്യൂൾ ചെയ്യാനുള്ള റിസോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ റിസോഴ്സ് അവിടെ വേസ്റ്റ് ആയി കിടക്കുവാണ്. ഇനി ചിലപ്പോൾ നമുക്ക് ഇനി റിക്വയർമെൻറ്റ് വന്നില്ലെങ്കിൽ, ഇത്രയും പുതിയ പോർട്സ് പ്രൊവിഷൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ലെങ്കിൽ ഇത്രയും സ്പേസ് അല്ലെങ്കിൽ റിസോഴ്സ് ബാക്കിയാണ് അവിടെ. അപ്പോൾ റിസോഴ്സ് വേസ്റ്റേജ് ആണ്. അപ്പോൾ ഇങ്ങനൊരു ഡ്രോബാക്ക് ക്ലസ്റ്റർ ഓട്ടോ സ്കെയിലറിനുണ്ട്. അപ്പോഴാണ് കാർപ്പൻറ്റർ വരുന്നത്. കാർപ്പൻറ്റർ ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. കാർപ്പൻറ്ററിൻ്റെ കേസാണെങ്കിൽ അത് അതിൻ്റെ ഒരു ലോജിക്ക് അനുസരിച്ച് നിങ്ങളുടെ പോർട്സ് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ ഏത് നോഡ് ടൈപ്പാണ് സ്യൂട്ടബിൾ അങ്ങനെ നോക്കി അത് പ്രൊവിഷൻ ചെയ്യും. അതേസമയം ക്ലസ്റ്റർ ഓട്ടോ സ്കെയിലർ ആണെങ്കിൽ നമ്മൾ ഏതാണോ പറഞ്ഞു കൊടുത്ത നോഡ് അത് മാത്രമേ പ്രൊവിഷൻ ചെയ്യുള്ളൂ. കാർപ്പൻറ്റർ ആണെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയത് ഏതാണോ അത് പ്രൊവിഷൻ ചെയ്യും. ആ ടൈപ്പ് ഇൻസ്റ്റൻസ് പ്രൊവിഷൻ ചെയ്യാണ് കാർപ്പൻറ്റർ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റോറേജിൻ്റെ കേസ് പറയാം. എങ്ങനെയാണ് ഒരു പെർമനൻറ്റ് സ്റ്റോറേജ് നമ്മുടെ ക്ലസ്റ്ററിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആഡ് ഓൺസ് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം. അതായത് നമുക്കൊരു സാധാരണ ഒരു ക്ലസ്റ്റർ പ്രൊവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പെർസിസ്റ്റൻറ്റ് സ്റ്റോറേജ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. ഐ മീൻ ആ ക്ലസ്റ്ററിന് അങ്ങനെ ഒരു ഫങ്ഷനാലിറ്റി ഡീഫോൾട്ടായിട്ട് വരില്ല. അപ്പോൾ ആ ഫങ്ഷനാലിറ്റിയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനാണ് നമ്മൾ ആഡ് ഓൺസ് ആമസോൺ EBS കണ്ടെയ്നർ സ്റ്റോറേജ് ഇൻ്റർഫേസ് ഡ്രൈവർ അല്ലെങ്കിൽ EFS കണ്ടെയ്നർ ഇൻ്റർഫേസ് ഡ്രൈവർ, ഈ 2 ആഡ് ഓൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ EFSലേക്കാണ് പെർമനൻ്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് ഫ്രം ക്ലസ്റ്റർ. അങ്ങനെയുള്ള കേസിൽ നമുക്ക് EFSലാണെങ്കിൽ EFSൻ്റെ ഡ്രൈവർ യൂസ് ചെയ്യാം, EBSലാണെങ്കിൽ EBS ഡ്രൈവർ യൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് കേസ് മോണിറ്ററിങ് ആൻഡ് ലോഗിങ്. അപ്പോൾ നമുക്കിത് ഈ ക്ലസ്റ്ററിൻ്റെ മോണിറ്ററിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് സാധാരണ ഈ സിറ്റുവേഷൻ ആണെങ്കിൽ ക്ലൗഡ് ബാച്ചിൽ കാണാൻ പറ്റും എന്തൊക്കെയാണുള്ളതെന്ന്. പക്ഷെ ക്ലസ്റ്ററിൻ്റെ അകത്താകുമ്പോൾ ക്ലസ്റ്ററിൻ്റെ വർക്കർ നോഡിൻ്റെ ലോഗിങ് എങ്ങനെയാണ്, കൺട്രോൾ പ്ലെയിൻ്റെ ലോഗിങ് എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് എക്സ്റ്റേണൽ ടൂൾ വെച്ച് മോണിറ്റർ ചെയ്യാം. ഇനി വർക്കർ നോഡിൻ്റെ ലോഗിങ് ആയിരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നത് അവിടെയാണല്ലോ. അപ്പോൾ അതിനകത്ത് ആപ്ലിക്കേഷൻ റിലേറ്റഡ് ലോഗ്സ് നമുക്ക് കാണേണ്ടി വരും. അങ്ങനെയുള്ള അല്ലെങ്കിൽ സിസ്റ്റം റിലേറ്റഡ് ലോഗ്സ് കാണേണ്ടി വരും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ നോഡിലും ഡെമൺസെറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ലോഗ് എടുക്കുന്ന ഏജൻറ്റിനെ നമുക്ക് ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അങ്ങനെ കളക്ട് ചെയ്ത ലോഗ്സ് നമുക്കൊരു ലോഗ് ബാക്ക് എൻഡ് സർവീസിലേക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇലാസ്റ്റിക് സെർച്ച് പോലത്തെ അതൊക്കെ യൂസ് ചെയ്ത് ഇലാസ്റ്റിക് സെർച്ചിലേക്ക് നമുക്ക് കൊടുത്താൽ അത് കഴിഞ്ഞ് നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഗ്രഫാനോ അങ്ങനെ ഏതെങ്കിലും ടൂൾ യൂസ് ചെയ്യാം. ആൻഡ് ഇതാണ് ലോഗിങ്ങിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് കോസ്റ്റ്. ഈ കേസിൻ്റെ കോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലസ്റ്ററിൻ്റെ കോസ്റ്റ് $0.10 per hour. അത് നമുക്ക് ഏകദേശം ഒരു മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ $73 ആണ് വരിക. ഇത് ക്ലസ്റ്റർ കൺട്രോൾ പ്ലെയിൻ്റെ മാത്രം കോസ്റ്റാണ്. ഇനി ആക്ച്വലി നമ്മൾ വർക്കർ നോട്ട്സ് ആയിട്ട് സെറ്റ് ചെയ്തത് EC2 ഇൻസ്റ്റൻസ് ആണല്ലോ. അപ്പം അതിൻ്റെ കോസ്റ്റ് നമ്മൾ സാധാരണ ഒരു EC2 ഇൻസ്റ്റൻസ് റൺ ചെയ്യുന്ന കോസ്റ്റ് എങ്ങനെയാണോ അങ്ങനെ വരും. അതായത് ഇപ്പോൾ EC2 ഇൻസ്റ്റൻസിൻ്റെ കോസ്റ്റ് വരുമ്പോൾ എത്ര നേരം റൺ ചെയ്തു, അതിൻ്റെ സ്പെക്ക് അതൊക്കെ നോക്കിയിട്ടാണല്ലോ കോസ്റ്റ് വരുന്നത്. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഈ കേസ് കോസ്റ്റിലും വരുന്നത്. ക്ലസ്റ്ററിൻ്റെ കോസ്റ്റ് $73 per month. ഇനി മറ്റേ വർക്കർ നോഡിൻ്റെ കോസ്റ്റ് ആണെങ്കിൽ സാധാ EC2 ഇൻസ്റ്റൻസിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം.
ഇത്രയൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റിൽ പിങ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സുകന്യ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓൾറെഡി ചാറ്റിൽ. ഞാൻ വായിക്കണം. ഞാൻ നോക്കാം. സെൽഫ് മാനേജ്ഡ് ആൻഡ് മാനേജ്ഡ് വർക്കർ നോട്ട്സ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സെൽഫ് മാനേജ്ഡ് ആവുമ്പോൾ നമ്മൾ മാനേജ് ചെയ്യണം. മീൻസ് നമുക്ക് ഈ കേസിന്റെ ക്ലസ്റ്ററിന്റെ ഇന്റർഫേസിൽ അത് കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മളിവിടെ എടുത്തല്ലോ, എന്നിട്ട് ഇതിപ്പോ ഒരു ക്ലസ്റ്റർ ആണ്, എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടർ എടുക്കുകയാണ്. ഇതിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, എനിക്കിപ്പോൾ 4 ഇൻസ്റ്റൻസ് വർക്കർ നോട്ട്സ് എനിക്കുണ്ട്. അതിൽ 2 എണ്ണം മാനേജ്ഡ് ആയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, 2 എണ്ണം സെൽഫ് മാനേജ്ഡ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. ഈ സെൽഫ് മാനേജ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ EKCTL ടൂൾ വെച്ചിട്ടാണ് ചെയ്തത്. അതിനകത്ത് ഒരു അഡീഷണൽ പാരാമീറ്റർ ആഡ് ചെയ്തിട്ടാണ് ഞാൻ സെൽഫ് മാനേജ്ഡ് വർക്കർ നോട് ക്രിയേറ്റ് ചെയ്തത്. അതായത് മാനേജ്ഡ് ഈക്വൽ ടു ഫോൾസ് അങ്ങനെ കൊടുത്താൽ സെൽഫ് മാനേജ്ഡ് വർക്കർ നോടായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്ത് വരിക. ഈ കേസിൽ നമുക്ക് 4 വർക്കർ നോട്ട്സ് ഉണ്ട്, പക്ഷെ നമുക്ക് നോട്ട് ഗ്രൂപ്പിൽ കാണാൻ പറ്റുന്നത് 2 എണ്ണം മാത്രമാണ്. അതായത് ആ 2 എണ്ണം മാത്രമേ മാനേജ്ഡ് ആയിട്ടുള്ളൂ. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് സിംഗിൾ ക്ലിക്കിൽ ചെയ്യാൻ പറ്റും. ക്ലസ്റ്റർ 1.28 അപ്ഗ്രേഡ് ചെയ്തു. ഇനി വർക്കർ നോട്ട്സ് കൂടി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ പോയി ഈ മാനേജ് നോട്ട് ഗ്രൂപ്പ് എടുത്ത് ഇവിടെ ഒരു അപ്ഡേറ്റ് ഓപ്ഷൻ കൂടി വരും. അപ്പോൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അതേസമയം സെൽഫ് മാനേജ്ഡ് വർക്കർ നോടാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ പോവുക, എന്നിട്ട് അതിൻ്റെ AMI മാറ്റുക, നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ പോയി AMI മാറ്റുന്ന പരിപാടിയൊക്കെ ഈ ക്ലസ്റ്റർ തന്നെ AWS തന്നെ ചെയ്തോളൂ. നെക്സ്റ്റ്, കോസ്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ആമസോൺ ഗേറ്റ് വേഴ്സസ് AWS. അത് ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ പോഡ്സ് ഇൻ ദ നോഡ് ഡ്യൂറിങ് ദ അപ്ഗ്രേഡ്? ആക്ച്വലി ഒരു റോളിംഗ് അപ്ഡേറ്റ് ആണ് അവിടെ നടക്കുന്നത്. ഇപ്പം എൻ്റെ ക്ലസ്റ്ററിൽ 2 വർക്കർ നോട്ട്സ് ആണുള്ളത്. അഡീഷണൽ ആയിട്ട് 2 വർക്കർ നോട്ട്സ് കൂടി ആഡ് ആയി. അപ്ഗ്രേഡിന്റെ സമയത്ത് എത്രയാണോ നമ്മുടെ വർക്കർ നോഡ് ഉള്ളത് അതേ സൈസിൽ തന്നെ അഡീഷണൽ ആയിട്ട് വർക്കർ നോട്ട്സ് ആഡ് ആയി നമ്മുടെ ക്ലസ്റ്ററിലേക്ക് ആഡ് ആയിട്ട്. പിന്നെ നമ്മൾ ഒറിജിനലി ഉണ്ടായിരുന്ന വർക്കർ നോഡ്, ആ വർക്കർ നോഡിനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ കോഡൺ ചെയ്യും. മീൻസ് അതിലേക്ക് ഇനി പുതിയ പോഡുകളൊന്നും ഷെഡ്യൂൾ ആവാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കോഡൺ ചെയ്യുന്നത് നമ്മൾ. അപ്പം അപ്ഗ്രേഡിന്റെ സമയത്ത് തന്നെ ട്രാഫിക് വരുവാണ്, അങ്ങനെ ലോഡ് കൂടാണെന്ന് വെച്ചാൽ ചിലപ്പം പുതിയ പോഡ്സിന്റെ ആവശ്യം വരും. അതൊന്നും നമ്മൾ പഴയ ഇൻസ്റ്റൻസിൽ പഴയ വർക്കർ നോഡിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യില്ല, കോഡൺ ചെയ്ത് വെക്കും. എന്നിട്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത വർക്കർ നോട്ട്സ് ലേറ്റസ്റ്റ് വേർഷനിലുള്ളതാവും. അതിലേക്ക് പോഡ്സ് ക്രിയേറ്റ് ആവും. പോഡ്സ് ഒക്കെ അതിലേക്ക് ക്രിയേറ്റ് ആയി വന്ന് അങ്ങനെ അത് സെറ്റായി കഴിയുമ്പോൾ പഴയതിൽ നിന്ന് പോഡ്സ് ഡ്രെയിൻ ചെയ്ത് പഴയതിനെ ടെർമിനേറ്റ് ചെയ്യും. ഇതാണ് അപ്ഗ്രേഡിന്റെ സമയത്ത് നടക്കുന്നത്. EFS ആൻഡ് EBS ബെറ്റർ. EBS അല്ലെ EFS യൂസ് ചെയ്യുമ്പോൾ ചെറിയ ഡിലേ വരാൻ ചാൻസ് ഇല്ലേ? ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ കോമൺ ആയിട്ടൊരു ഷെയർ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു കേസ് ആണെങ്കിൽ അങ്ങനത്തെ കേസിൽ EFS ആണ് നല്ലത്. പിന്നെ ചെറിയ എന്തെങ്കിലും നല്ല ഇമേജസും അങ്ങനെ എന്തൊക്കെയാണെങ്കിലും കുഴപ്പമില്ല. വലിയ എന്തെങ്കിലും ഡാറ്റ ആണെങ്കിൽ EBS ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഷെയർ ചെയ്ത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഷെയർ ചെയ്ത് കിട്ടേണ്ട സാധനമാണെങ്കിൽ EFS ആയിരിക്കും ബെറ്റർ. Can you share the page that contain limit of pods in nodes? ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ് കേട്ടോ. ഡൗട്ട്സ് ചോദിച്ചിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്യുക, അതിനുശേഷം മ്യൂട്ട് ചെയ്യുക. Okay, carpenter choosing perfect node volume.
Carpenter choosing right size instance won't it affect node volume? C5 large and C5X large 50 GB will have same EPS storage. ഓക്കെ സ്റ്റോറേജിന്റെ കേസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ലോഞ്ച് കോൺഫിഗറേഷനിൽ സ്റ്റോറേജ് നമുക്ക് എത്രയാന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാം. അത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും തോന്നുന്നു. അതെനിക്കൊന്ന് നോക്കിയിട്ട് പറയാം. സുകന്യ, നമ്മുടെ ഏതെങ്കിലും ലിസണേഴ്സ് ആൻസർ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടോ? അയ്യോ അത് പറഞ്ഞോട്ടോ. അറിയാവുന്നവര് എനിക്കത് നോക്കേണ്ടി വരും. ഞാൻ ആ കോൺഫിഗറേഷൻ നോക്കിയിട്ടില്ല. ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇപ്പോൾ C5 ലാർജ്, C5X ലാർജ്, അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ HP ആണെങ്കിലും കാർപ്പൻറ്റർ ആണെങ്കിലും ആ ഒരു ഡിസ്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു മെട്രിക് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല. സോ അതൊരു നോൺ പ്രോബ്ലം ആണ്. കസ്റ്റം മെട്രിക് ആയിട്ട് എനിക്ക് AWS ഡീഫോൾട്ട് ആയിട്ട് എനിക്ക് അറിയില്ല അങ്ങനെ എന്തെങ്കിലും അത്തരം ഒരു മെട്രിക്കിൽ സ്കെയിൽ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. ഈവൻ തേർഡ് പാർട്ടി ടൂൾസ് പോലും ബൈ ഡിഫോൾട്ട് ഓഫർ ചെയ്യുന്ന ഒരു സംഭവമല്ല. അപ്പൊ എന്താ ചെയ്യാ, ഞാൻ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഇത് പറയാം. നമ്മുടെ എൻവയോൺമെന്റിൽ ഇത് ചെയ്യുന്നത്, ഒരു മിനിറ്റ് ചോദ്യം ചോദിക്കുന്നവരാണ് ആമിർ അല്ലേ? ഇവിടെ ഇത് EKS റൺ ചെയ്യുന്ന ECSലാണ്, പക്ഷെ സിമിലർ കോൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ആവുന്നതാണ്. അത് നോഡിന്റെ ഡിസ്റ്റോറേജ് ഒരു 80% ആകുമ്പോൾ ഒരു വാർണിംഗ്, അല്ലെങ്കിൽ 90% ആകുമ്പോൾ ക്രിട്ടിക്കൽ എന്നുള്ള ഒരു എന്താ പറയുക ഇവന്റ് വെച്ച് ട്രിഗർ ചെയ്ത്, അതായത് ഡിസ്റ്റോറേജ് അല്ലാതെ നോഡ് വൈസ് മോണിറ്റർ ചെയ്യാമല്ലോ. അങ്ങനെ മോണിറ്റർ ചെയ്ത് ഈ 90% ആകുന്ന അല്ലെങ്കിൽ 80% to 90% ആകുന്ന സമയത്ത് നോഡ് ഡ്രെയിൻ ചെയ്യുക എന്നുള്ളൊരു മെത്തേഡാണ്. അത് എഫക്റ്റീവാണ്. നമുക്ക് ഡൗൺ ടൈമിലേക്ക് പോകാതെ മാനേജ് ചെയ്യാൻ പറ്റും ഇവിടെ. അതാണ് എനിക്ക് ഒരു ഓപ്ഷൻ പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. മേ ബി നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഞാനിവിടെ അൻസിൽ, ഉണ്ണിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അൻസിൽ ലെഫ്റ്റ് അല്ല, അൻസിലുണ്ട്. മേ ബി ആക്റ്റീവ് അല്ലെന്ന് തോന്നുന്നു. സോ ആമിർ, അതൊരു സാറ്റിസ്ഫാക്ടറി ആൻസർ ആണോ? എന്തെങ്കിലും അഡീഷണൽ ആയിട്ട്? അല്ല, ഇങ്ങനത്തെ സെയിം ഇഷ്യൂ എനിക്കും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ എങ്ങനെ ഇത് സോൾവ് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. അതെ, ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊരു അല്ലെങ്കിൽ ഒരു കസ്റ്റം മെട്രിക് വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കും. എനിവേ ഈ ഒരു സൊല്യൂഷൻ വർക്കിംഗ് ആണ് കേട്ടോ. അത് വളരെ എഫക്റ്റീവ് ആണ്. ഇവന്റ് ട്രിഗർ ചെയ്തിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്യാം. ECSൽ ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഇതുപോലെ, ഡ്രെയിൻ ചെയ്യലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സെയിം നമുക്ക് EKSൽ അപ്ലൈ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, നമുക്ക് അതിൽ കൂടുതൽ ഡിസ്കഷൻ വേണമെന്ന് തോന്നുന്നു. വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലെ ചോദ്യം ചോദിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ക്ലാരിഫിക്കേഷൻ വേണോ? എനിക്കിവിടെ ഒരു ചോദ്യം, ഞാൻ ഈ ബോസിന്റെ ചോദ്യം അഡ്രസ് ചെയ്തിരുന്നു സുകന്യ. ഞാൻ ജസ്റ്റ് ഒന്ന്, എനിക്ക് വേറെ കോൾ വന്നിരുന്നു ആ സമയത്ത്. അതെ, അതെനിക്ക് മനസ്സിലായില്ല. കോസ്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ. അതെ, ആ ചോദ്യത്തിലൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ബോസ് ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അത് ചോദിക്കാൻ ഒന്ന് ക്ലിയർ ചെയ്യാമോ ക്വസ്റ്റ്യൻ? ഞാൻ ബേസിക്കലി ഡെവോപ്സ് ഡെവലപ്പർ അല്ല, ബിഗിനറാണ്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ആമസോൺ ഉണ്ട്, AWS ഉണ്ട്, എല്ലാത്തിനും ഈ കുബർനെറ്റീസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു കോസ്റ്റ് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നായിരുന്നു ആ ഒരു പെർസ്പെക്റ്റീവില്. നമുക്കിപ്പോ ഒരു ചൂസ് ചെയ്യാൻ പറയുവാണ് ഏതെങ്കിലും ഒരു ക്ലൗഡ് പ്രൊവൈഡർ, അതെങ്ങനെ ചെയ്യുന്നു, അതാണ് ചോദ്യം ബേസിക്കലി. ഓക്കെ, രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആമസോൺ K8, ഓക്കെ, ആമസോൺ കുബർനെറ്റീസ് ബേസ് AWS എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? സെയിം ആണല്ലോ. ആമസോണിന്റെ ക്ലൗഡ് പ്രൊവൈഡർ ആണ് AWS. സോറി, ഞാൻ അഷ്വർ ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അഷ്വർ GK. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ സെഷന്റെ സ്കോപ്പിൽ നിൽക്കുന്ന ചോദ്യമാണോ സംശയമുണ്ട്. സുകന്യക്ക് അതിനെന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടോ? കോസ്റ്റ് ബേസ് ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ടില്ല അഷ്വറിൽ. അതുകൊണ്ട് അതും ആക്ച്വലി അങ്ങനെ രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാനറിയില്ല. ആർക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാമെങ്കിൽ നന്നായിരിക്കും. ചോദ്യം എന്ന് പറഞ്ഞാൽ EKS അതുപോലെ AKS ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. കോസ്റ്റ് വൈസ് മേ ബി GKE കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടും കമ്പയർ ചെയ്യാം. ഏത് ക്ലൗഡ് പ്രൊവൈഡറിൽ ആയിരിക്കും കുബർനെറ്റീസ്, അതല്ലേ ബോസ്? അതുപോലെ വേറൊരു കാര്യമുണ്ട് ഇവിടെ. ഇപ്പോൾ ബോസ് ഉദ്ദേശിക്കുന്നത്
ഈ AKS അല്ലെങ്കിൽ EKS, GK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാനേജ്ഡ് ഓഫറിംഗ് ആണ് ഓരോ ക്ലൗഡ് പ്രൊവൈഡറുടെ. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ അത് സെൽഫ് ഹോസ്റ്റഡ് ആയിട്ട് അവിടെ റൺ ചെയ്യിക്കാം. അങ്ങനത്തെ ഒരു കമ്പാരിസണും കൂടിയാണ് ഉദ്ദേശിച്ചത്. അല്ലല്ല, മാനേജഡ് ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ഒരു ക്ലയന്റ് വരുവാണ്, അവർക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു റെഡി ടു മാർക്കറ്റ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പാരിസൺ. അത്രം എനിക്ക് ഇപ്പൊ ഏത് പ്രൊവൈഡർ ആണെങ്കിലും അങ്ങനെ കോസ്റ്റ് വൈസ് എനിക്ക് തോന്നുന്നത് മേ ബി ഡിസ്കൗണ്ട് വഴിയൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടുക. അപ്പൊ മേ ബി GKയിലേക്ക് പോകുമ്പോൾ അവിടെ അവർ ഉപയോഗിക്കുന്ന ആ നോട്ട്സിന് അല്ലെങ്കിൽ അവർ മേ ബി ഇപ്പൊ AWSലാണെങ്കിൽ ഒരു സേവിങ്സ് പ്ലാൻ അല്ലെങ്കിൽ റിസർവ്ഡ് ഇൻസ്റ്റൻസ്, അങ്ങനെയാണ് നമ്മൾ ശരിക്കും സേവിങ്സ് അല്ലെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ സാധാരണ കൊണ്ടുവരാറുള്ളത്. അല്ലാതെ നമ്മളിപ്പോ ഓക്കെ AKSനാണോ EKSനാണോ കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. പിന്നെ GKയിലും AKSലും എന്തെങ്കിലും സർവീസ് ചാർജ് ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം EKSന് ഇപ്പോൾ സുകന്യ പറഞ്ഞ പോലെ ഒരു $73 പെർ മന്ത് അതൊരു അഡീഷണൽ ആയിട്ട് ആ ക്ലസ്റ്ററിന് ചാർജ് ആവുന്നുണ്ട്. GKയിൽ അതുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. അതിനപ്പുറത്തേക്ക് ശരിക്കും നമ്മൾ ആ റിഡക്ഷൻ കൊണ്ടുവരേണ്ടത് ഡിസ്കൗണ്ടുകൾ വഴിയാണ്. അതിപ്പോൾ അത്രയും മാസമായിട്ടുള്ള ഒരു പർച്ചേസ് ആണെങ്കിൽ അങ്ങനെ ക്ലൗഡ് പ്രൊവൈഡർ ഡിസ്കൗണ്ട് തരും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടൈപ്പ് ഓഫ് ഇൻസ്റ്റൻസസിന് നമുക്ക് കിട്ടും. ഇനി ഇന്റേണലി തന്നെ ഈ ഓരോ ക്ലൗഡ് പ്രൊവൈഡറിന്റെയും ചില ടൈപ്പ് ഓഫ് ഇൻസ്റ്റൻസ് ഉണ്ട്. AWSലാണെങ്കിൽ ഗ്രാവിറ്റോൺ, GKയിലാണെങ്കിൽ ടൈപ്പ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ ചില ടൈപ്പ് ഓഫ് ഇൻസ്റ്റൻസ് ആ വഴികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഡിസ്കൗണ്ട് കൊണ്ടുവരിക, കോസ്റ്റ് റിഡക്ഷൻ കൊണ്ടുവരിക. അത് എപ്പോഴും ഒരു തറവ് കമ്പാരിസൺ ചെയ്ത് ഒരു POC ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ POC ചെയ്യാൻ പറ്റില്ല പോലും ഡയറക്റ്റ്ലി ഒരു കോസ്റ്റ് കമ്പാരിസൺ ചെയ്ത് ഡിസൈഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ വർക്ക് ലോഡിനെ ബേസ് ചെയ്തും കൂടി ഇരിക്കും. അത് വലിയ ചെറിയ വർക്ക് ലോഡാണോ അത് വളരെ മാസീവ് ആയിട്ടുള്ള വർക്ക് ലോഡാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആർക്കെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യാൻ പറയാം. ഓക്കെ, കിരൺ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് ചോദ്യത്തിന്. അതെ അതെ, ഞാനേ ചോദിക്കാൻ വന്ന കാര്യം, ഞങ്ങൾ 1.23 ആയിരുന്നു ക്യൂബർനെറ്റിസ് ലാസ്റ്റ് ഉപയോഗിച്ചോണ്ടിരുന്ന വേർഷൻ. അപ്പൊ ഞങ്ങൾ ഒരു മിനിറ്റ്, ഞാൻ നമ്മുടെ ഓൾറെഡി ഉള്ള ചോദ്യങ്ങളുണ്ട്, അതിനുശേഷം നമുക്ക് ഒന്നിച്ച് പറയാം. ഞാൻ വിചാരിച്ചു മേ ബി ഇതിൽ കമന്റ് ചെയ്യാനായിരിക്കുമെന്ന്. അല്ലല്ല, അതിൽ കമന്റ് ചെയ്യാനല്ല. ജസ്റ്റ് ഈ അതില് പുള്ളി ചോദിച്ചതിൽ ഒരു കാര്യം ഞങ്ങൾ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന ഒരു ടാസ്ക് ഉണ്ട്. അതായത് ഞങ്ങളിപ്പോ ഓൾറെഡി ഇപ്പോ ഞങ്ങൾ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ. അപ്പോൾ പുള്ളി ചോദിച്ചു വെച്ചിട്ട് എങ്ങനെ ഈ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് ഇപ്പൊ ഞങ്ങൾ ഗ്രാവിറ്റോൺ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി ഒരു 2 വീക്സിനപ്പുറം ഞങ്ങളിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിഷൻസ് ചേഞ്ച് ചെയ്തിട്ട്, അതായത് AMD ചേഞ്ച് ചെയ്തിട്ട് ആമിലേക്ക് ഞങ്ങൾ മാറുകയാണ്. അപ്പം കോസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ കുറയ്ക്കാൻ പറ്റും ഗ്രാവിറ്റോൺ ഉപയോഗിച്ചിട്ട്. നിലവിൽ AWSൽ നമുക്ക് കോസ്റ്റ് ഏറ്റവും കൂടുതൽ കുറയ്ക്കാൻ പറ്റുന്ന EC2-ലായിരിക്കും. അപ്പോൾ EC2 മെഷീൻസിൽ നമുക്ക് AMD ചേഞ്ച് ചെയ്ത് ആമിലേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം ക്യൂബർനെറ്റ്സിന്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് നമുക്കറിയാമല്ലോ, ഒരു വലിയ മെഷീൻ ആവശ്യമായിട്ട് വരും. അതായത് നമ്മൾ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന M5 പകരം നമ്മളൊരു C6 അങ്ങനെയൊക്കെ പറയുന്ന മെഷീൻസ് ആയിരിക്കും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഗ്രാവിറ്റോണിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. കോസ്റ്റ് റിഡക്ഷന്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു കിരൺ. നമുക്ക് ചോദ്യത്തിലേക്ക് ഇതിന് ശേഷം വരാം. ഓക്കെ, അതിന് സുകന്യ, ഹലോ. ഹലോ, അടുത്ത ചോദ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഉണ്ണി പറയുന്നു ഓക്കെ, അഡ്വാൻസ് ലെവൽ സെഷൻ തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാം. നമ്മുടെ വിമൻ സ്പീക്കർ മന്തിന്റെ ഭാഗമായിട്ടുള്ള സെഷനാണ് ഇന്നത്തെ ഉള്ളത്. ഈ കേസിൽ എനിക്കാണ് മേ ബി നമ്മൾ കാർപ്പൻറ്റർ സെഷൻ നമ്മുടെ ഓഫ്ലൈൻ ഇവൻസിൽ എടുത്തിട്ടുണ്ട്, ഓൺലൈനിൽ ഇതുവരെ എടുത്തിട്ടില്ല. അത്തരം സെഷൻസ് തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഉണ്ണി വൈഷ്ണവ് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, വൈഷ്ണവ് താങ്ക്സ് പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യത്തിന്റെ ആൻസർ അല്ലേ. ഓക്കെ, ശേഖർ പ്രകാശ് ആ ചോദ്യം ഒന്ന് നോക്കൂ സുകന്യ. ഓക്കെ, കാർപ്പൻറ്ററിന്റെ കുറച്ച് ഇഷ്യൂസ് ആണ് അത് ചോദിച്ചേക്കുന്നത്. ജിജോയ്ക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ, ഞാൻ
കാർപ്പൻറ്റർ ഞാൻ ക്ലസ്റ്റർ ഓട്ടോ സ്കില്ലിലാണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. കാർപ്പൻറ്ററിന്റെ ഞാൻ ജസ്റ്റ് ഒരു യൂസ് എന്താന്ന് പറഞ്ഞേ ഉള്ളൂ. അതിന്റെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകണമെങ്കിൽ എനിക്കൊന്ന് വേറെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. എനിക്ക് കാർപ്പൻറ്ററിൽ എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, ശേഖർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാം. ഓക്കെ, ഞാൻ കാർപ്പൻറ്റർ സ്പെസിഫിക് ആയിട്ടല്ല ചോദിച്ചത്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എൻ ASG ആണെങ്കിൽ തന്നെ ഈ ഒരു സെനാറിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാരണമാണ് ഇത് ഓർമ്മ വന്നത്. അപ്പം ASG ആണെങ്കിൽ തന്നെ ഇങ്ങനൊരു സെനാറിയോയില് കമ്പ്യൂട്ടിന്റെ കേസിൽ ഞാൻ മനസ്സിലാക്കിയത് ഇത് എവിക്റ്റ് ആവില്ല. കാരണം കമ്പ്യൂട്ട് വേറൊരു 3 പോഡുണ്ട്. ഒരെണ്ണം ലെറ്റ്സ് സേ 1.5 കോർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോഡില് കോർ അവൈലബിൾ ആണെങ്കിൽ അത് സ്കെയിൽ ചെയ്യും. മെമ്മറി അങ്ങനെയല്ല എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിരുന്നു. കാർപ്പൻറ്റർ സ്പെസിഫിക് അല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, മെമ്മറി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഅലൊക്കേറ്റ് ചെയ്യില്ല വേറെ ആർക്കും. പക്ഷെ കമ്പ്യൂട്ട് CPU അങ്ങനെയല്ല എന്നായിരുന്നു, അതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അതില് കമന്റ് ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഞാൻ ആദ്യം ഉണ്ണി അല്ലെങ്കിൽ അൻസിൽ ചോദിച്ചിരുന്നു, ഒരു അവൈലബിൾ ആണെങ്കിൽ കമന്റ് ചെയ്തേനെ. ഓക്കെ, അൻസിൽ ലെഫ്റ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ഉണ്ണി അവൈലബിൾ ആണോ? ഹലോ, ഒരു ചോദ്യം കേട്ടിരുന്നോ? കുറച്ചുകൂടി ഞാൻ കാർപ്പൻറ്ററിൽ വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, കാർപ്പൻറ്റർ അല്ല ചോദ്യം കാർപ്പൻറ്റർ ഇല്ലെങ്കിൽ പോലും, അതായത് ലിമിറ്റ്സിനെ കുറിച്ചാണ് അല്ലെ? പോഡ് ലിമിറ്റിന്റെ കാര്യമല്ലേ? പോഡാണോ നോഡ് ലിമിറ്റ് ആണോ? അല്ല, ഒരു 4 കോർ നോഡാണെന്ന് വിചാരിക്കുക. 4 പോഡ് ഉണ്ടെന്ന് വിചാരിക്കുക, 1 കോർ. അപ്പം അതിലേക്ക് അലൊക്കേറ്റഡ് ആയി. കാർപ്പൻറ്റർ അല്ല, ഓട്ടോ സ്കെയിലിംഗ് ആണെങ്കിൽ തന്നെ അതിലേക്ക് അലോട്ട് ചെയ്യും. എന്നിട്ട് ഒരു പോഡ് ലെറ്റ്സ് സേ ഒരു 1.5 അല്ലെങ്കിൽ 2 കോർ റിക്വസ്റ്റ് ചെയ്തു. കാരണം ലിമിറ്റ് 2 വരെ പോകാമല്ലോ. അത് ആ ഒരു നോഡിൽ തന്നെ സ്കെയിൽ ചെയ്യുമോ അതോ അത് എവിക്റ്റ് ആവുമോ, പുതിയ നോഡിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഒരു സെനാറിയോയിൽ. ഈ ഒരു സിനാരിയോ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി ഒരു പോഡ് റണ്ണിങ് ആണ്. വേറൊരു പോഡ് ഇതുപോലെ റിക്വസ്റ്റ് ചെയ്താല് എനിക്ക് തോന്നുന്നു അവിടെ CPU ത്രോട്ട്ലിംഗ് മാത്രമേ നടക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. എവിക്റ്റ് ആകുമോ എന്ന് എനിക്കറിയില്ല. അത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. CPU ത്രോട്ട്ലിംഗും നടക്കണമെങ്കിൽ തന്നെ എല്ലാം 1 കോർ യൂസ് ചെയ്യുന്നില്ല. ലെറ്റ്സ് സേ ബാക്കി 3 ഒരു 100 മില്ലി കോറിലാണ് ഓടുന്നത്. അപ്പോൾ ദർ ഇസ് ഇനഫ് കോർസ് അവൈലബിൾ ഇൻ ദ നോഡ്. അപ്പോൾ ആ റിക്വസ്റ്റ് ചെയ്ത പോഡിന് അത് കിട്ടുമോ അതോ ബാക്കി 3 പേരും 1 കോർ അങ്ങ് പിടിച്ചു വെക്കുമോ എന്നുള്ളതായിരുന്നു. എനിക്കറിയില്ല, അത് ചെക്ക് ചെയ്ത് നോക്കിയാലേ. അല്ല, റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം ഗ്യാരണ്ടി ചെയ്യുന്ന ഇതല്ലേ? അപ്പം ബാക്കി 3നും കൊടുക്കുമായിരിക്കില്ലേ? ബാക്കി 3നും കൊടുക്കുമായിരിക്കും ഇൻ ദ സെൻസ് മനസ്സിലായില്ല. അല്ല, റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം ഗ്യാരണ്ടി ചെയ്യുന്ന ഇതാണല്ലോ. അപ്പോ ഈവൻ അത് അത്രയും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി അത് അതിന് റിസർവ് ചെയ്ത് വെക്കുന്നതായിരിക്കില്ലേ എന്നാണ് എൻ്റെ ഡൗട്ട്. അതെ, റിസർവ് ചെയ്യുന്നതാണ്. അത് റിസർവ് ചെയ്തിട്ട് ആണ് ആ നോഡിലേക്ക് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നൗ ഇത് ആക്ച്വലി റൺ ചെയ്യുമ്പം ലെറ്റ്സ് സേ 3 ഒരു 100 മില്ലി കോർ ആണ് ആക്ച്വൽ റൺ ടൈം യൂസേജ്. ഒരെണ്ണം ദ 4th വൺ ഒരു 1.5 വരെ റിക്വസ്റ്റ് ചെയ്തു, ഓർ ലെറ്റ്സ് സേ 2. അത് അപ്പോൾ അത് എവിക്റ്റായി പോവുമോ എന്നുള്ള, അതായത് ദാറ്റ് വാസ് ദി സ്പെസിഫിക്. അത് ഓക്കെ, ശേഖർ കമന്റ് ചെയ്യാനാണോ ഇതില്ലേ? ഓക്കെ, അതെ ആക്ച്വലി ഇത് എവിക്റ്റ് ആവില്ല, ഒരു ത്രോട്ട്ലിംഗ് നടക്കും. CPU എല്ലാരും കൂടെ യൂസ് ചെയ്യും. പക്ഷെ 2ന്റെ മേലെ പോയാൽ എന്താ സംഭവിക്കാന്നറിയില്ല.
2ന്റെ മേലെ പോയാൽ ത്രോട്ട്ലിംഗ് നടക്കും. ഞാൻ 2 എത്തുന്നില്ല, 1.5 ഉള്ളൂ എന്ന് വിചാരിച്ചോ ഒരു പോഡ്. അത് എവിക്റ്റിംഗ് നടക്കൂല, അതും ത്രോട്ട്ലിംഗ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്റെ ഇതിലാണ്, എക്സ്പീരിയൻസിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഓക്കെ. ശേഖർ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ആളാണോ? മെയിൻ ഗ്രൂപ്പിൽ ഇല്ല. ഓക്കെ. ബിഗിനേഴ്സ് ഗ്രൂപ്പിൽ അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പിലുണ്ടോ? ഇല്ല, ഞാനില്ല. ഓക്കെ. കാരണം ഉണ്ണി പറഞ്ഞായിരുന്നല്ലോ ടെസ്റ്റ്, കാരണം ഉണ്ണി പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെ അവിടെ റിപ്ലൈ ഉള്ള ആളാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ. മേ ബി ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഫുള്ളാണ്. തൽക്കാലത്തേക്ക് മേ ബി ബിഗിനേഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെയാണെങ്കിലും മേ ബി ഉണ്ണിക്ക് അതൊരു സമയം കിട്ടുവാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയേണ്ടതാണ്. സാധാരണ പലപ്പോഴും പല ക്വറീസിനും ഇതുപോലെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ആൻസർ പറയാറുള്ള ആളാണ്. ഓക്കെ, താങ്ക് യു. അതിന്റെ ലിങ്ക് ഉണ്ടോ? അതൊന്ന് അയക്കാവോ? ഞാനിവിടെ ജോയിനിങ് ലിങ്ക് അയക്കാം. ശരി, താങ്ക് യു. ഓക്കെ, എനിക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം കിരണിന്റെ ചോദ്യമായിരുന്നു അല്ലെ? കിരണിന്റെ ചോദ്യമായിരുന്നു. കിരൺ സംസാരിക്കും. അതെ, ഞാൻ ചോദിച്ചത് ഇപ്പൊ നമ്മള് 1.23 ആയിരുന്നു ഇപ്പൊ നമ്മള് ക്യൂബർനെറ്റിസിന്റെ ഇപ്പൊ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേർഷൻ. ഇപ്പം അവര് സപ്പോർട്ട് നിർത്തിയത് കൊണ്ട് നമ്മൾ വേർഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 1.26 ആണെന്ന് തോന്നുന്നു, അത് 1.28 ഞങ്ങൾ മാറാൻ നോക്കിയാണ്. പക്ഷെ ചിലര് പറയുന്നു 1.26 ആണെങ്കിൽ ഓക്കെ ആണെന്ന്. അപ്പം അതിനകത്ത് എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ഏത് വേർഷനിലേക്ക് പോയാൽ സ്റ്റേബിൾ ആയിരിക്കും? അങ്ങനെ എന്തെങ്കിലും സ്റ്റേബിൾ വേർഷനെ പറ്റിയിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി അതായത് ഈ വേർഷൻ നമ്മളെ ഏറ്റവും പുതിയത് 1.28 ആണ്. അപ്പൊ 1.28 പോകുന്നതാണോ നല്ലത്, അതോ 1.26 കുറെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതാണോ നല്ലത്? അങ്ങനെ എന്തെങ്കിലും വേർഷൻ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഗുണം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ വേർഷൻ കൂടുമ്പോൾ ചില കുറവുകളൊക്കെ പരിഹരിക്കുമല്ലോ, അതേമാതിരി എന്തെങ്കിലും നമുക്ക്. ജിജോ, ഞാൻ അതിൽ കമന്റ് ചെയ്യട്ടെ ഒന്ന്. തീർച്ചയായിട്ടും ജോജി സംസാരിക്കും. ഇപ്പം ആരാ ചോദിച്ചെന്ന് പേരറിയില്ല. കിരൺ. നമ്മളൊരു വേർഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ കുറെ മാനദണ്ഡങ്ങളുണ്ട്. അതിൽ ഒന്ന് ഞാനിപ്പോൾ ഈ കേസ് വെച്ചിട്ടല്ല പറയണേ, എ കേസ് വെച്ചിട്ട് പറയുമ്പോൾ നമ്മൾ വേർഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിൽ നമ്മൾ അതിന്റെ സ്റ്റേബിൾ വേർഷന്റെ സപ്പോർട്ട് ടൈം നമ്മൾ കാരണം ഡെഫിനറ്റ്ലി നമുക്ക് അഷറിന്റെ മൈക്രോസോഫ്റ്റിന്റെ സപ്പോർട്ട് പീരീഡ് വേണം. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ നോക്കിയപ്പോൾ 1.27 ആണ് ലോങ് സപ്പോർട്ട്. അതായത് 1.5 വർഷം ഒരു സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ 1.28 പോയി കഴിഞ്ഞാൽ വളരെ ലേറ്റസ്റ്റ് ആണ്. അതിന്റെ സപ്പോർട്ട് പീരീഡ് അവർ പറഞ്ഞിട്ടില്ല. കാരണം മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ക്ലൗഡ് പ്രൊവൈഡർ തരുന്ന ജനറൽ അവൈലബിലിറ്റി എന്ന് പറയുന്ന കാര്യം അവരുടെ സപ്പോർട്ടുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് കുബർനെറ്റീസ് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് മാത്രമല്ല, നമ്മുടെ ക്ലൗഡ് വെണ്ടർ തരുന്ന സപ്പോർട്ടിന്റെ പീരീഡും നമ്മളിപ്പോ ഇന്നാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ദിവസം വെച്ചിട്ടല്ല അവർ തരുന്നത്. അത് വെച്ചിട്ടാണ് നോക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുന്ന 1 ഇയറിന് അടുപ്പിച്ച് ഏത് കിട്ടും അതിലോട്ട് നമുക്ക് നിയറസ്റ്റ് ചെയ്തെടുക്കാം, അതുമായിട്ട് നോക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് എക്സെപ്ഷണൽ കേസ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് 1.28 സ്പെസിഫിക് ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉപയോഗിക്കണോ, അങ്ങനത്തെ വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ അന്നേരം നമുക്കൊരു പ്ലാൻ ഉണ്ടാവും 1.29 ജനറൽ അവൈലബിലിറ്റി വരുമ്പോൾ നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാൻ എന്ന് പറ്റുമെന്നുള്ളതാണ്. പക്ഷെ അത് വളരെ റെയർ എക്സെപ്ഷണൽ കേസാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അപ്ഗ്രേഡിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിന്റെ കോമ്പാറ്റബിലിറ്റി ഉണ്ടാവും. കാരണം പല അപ്ഗ്രേഡിനകത്ത് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പ്രൊമത്തിയസ്, ഡൈനാട്രൈസ്, ഇഷ്ടിയോ, അങ്ങനെ പല ഇതുണ്ട്. അതിന്റെ കോമ്പാറ്റബിലിറ്റി നമ്മൾ ഇഗ്നേഷനിലാണ് എപ്പോഴും അപ്ഗ്രേഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയായാലും നമ്മൾ ഈ 1.28 ഏറ്റവും ലേറ്റസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ല. നിങ്ങൾ ഏത് ക്ലൗഡ് വെണ്ടർ യൂസ് ചെയ്യുന്നോ ആ ക്ലൗഡ് വെണ്ടറിന്റെ സപ്പോർട്ട് പീരീഡ് അതിന്റെ ഡോക്യുമെന്റേഷൻ എടുത്ത് വായിച്ചു നോക്കി അത് നമ്മൾ ക്ലയന്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമേ അപ്ഗ്രേഡ് ചെയ്യത്തുള്ളൂ, ഇൻക്ലൂഡിങ്. ഓക്കെ, എങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു അറിവില് 1.27 ആണോ? ഞാൻ എ കേസിലാണ് വർക്ക് ചെയ്യുന്നത്. 1.27 ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ അപ്ഗ്രേഡ് ചെയ്തു. അതിന്റെ റീസൺ അന്ന് നോക്കിയപ്പോൾ അന്ന് ഒരു ഒക്ടോബറിലോ നവംബറോ തൊട്ട് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ 25 ഫെബ്രുവരി വരെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു വർഷത്തെ അന്നത്തെ കണക്കിന് ഞങ്ങൾക്ക് ഒരു വർഷം ഞങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഇന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും ആൾക്ക് ചെയ്യുന്ന ആൾക്കും ഫെബ്രുവരി വരെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ അവര് 2-3 ഓൾറെഡി ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ പോവാ. ഇപ്പൊ മിക്കവാറും എനിക്കൊന്ന് ഉടനെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ അതിന് മുന്നേ എല്ലാവരും അപ്ഗ്രേഡിങ് തുടങ്ങിയിട്ടുണ്ട്, പലരും മാറ്റാത്തവരൊക്കെ. അതിൽ
അതെ അതെ, ഒന്ന് ഇത്, രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞു ഓപ്പറേറ്ററുമായിട്ടുള്ള കോമ്പാറ്റബിലിറ്റി, അതിലും വലിയ കാര്യമാണ്. വലിയ വലിയ കസ്റ്റമേഴ്സും ക്ലയൻസും ഒക്കെ വരുമ്പോൾ അതിൽ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതെ 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 അതെ. അപ്പൊ ശരിക്കും നല്ലപോലെ നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും വളരെ അപ്ഗ്രേഡ് ഈസ് വെരി കോംപ്ലക്സ് പ്രോസസ്. കാരണം എസ്പെഷ്യലി പല എൻവറോൺമെന്റ് അപ്ഗ്രേഡ് ചെയ്ത് പ്രോഡിൽ എത്തുമ്പോൾ പോലും നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെ അതെ. കിരണ് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് ഞാനാണെങ്കിൽ പേഴ്സണൽ വാട്സാപ്പ് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത്. ഓക്കെ, താങ്ക് യു ജോജി, താങ്ക് യു കിരൺ. നമ്മുടെ ഒരു ചോദ്യമല്ല, അടുത്തത് ശ്യാം ഷെയർ ചെയ്തിരിക്കുന്ന ഈ ലിങ്ക് ബോസിന് ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നുന്നു. ബോസ് ഇവിടെ കമ്പയർ ചെയ്യുന്നതാണ് ഈ കേസ് GK. സോ ഇതൊരു റെഫറൻസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് ഫാക്ടേഴ്സ്, തുടക്കത്തിൽ പറഞ്ഞ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ നമ്മൾ തന്നെ കമ്പയർ ചെയ്ത് ആവശ്യമെങ്കിൽ ഒരു POC ഒക്കെ ചെയ്തതിനു ശേഷം മാത്രമേ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും റെഫറൻസിന് വേണ്ടി ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. വൈഷ്ണവിന്റെ ഒരു ചോദ്യമുണ്ട്, സുകന്യ കണ്ടോ? വിൽ ദ സെറ്റിംഗ്സ് ഫോർ മിനിമം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ക്ലസ്റ്റർ ഓട്ടോസ്കെയിലറിന്റെ കോൺഫിഗറേഷനും മാനേജ്ഡ് നോഡ് ഗ്രൂപ്പിന്റെ മാക്സ് നോഡ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുന്നല്ലോ. എനിക്ക് തോന്നുന്നു മാക്സ് നോഡ് എത്രയാണ് സെറ്റ് ചെയ്ത് അതുവരെ പോവുള്ളൂ, അതിൽ കൂടുതൽ പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജിജോ എന്തെങ്കിലും കമന്റ് ഉണ്ടോ അതിന്? ഞാൻ ഈ കേസിൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ കോൺസെപ്ച്വലി ഇപ്പൊ ECSലാണെങ്കിലും ഒക്കെ നമ്മളെ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിന് മാക്സിമം കൗണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇപ്പോ കപ്പാസിറ്റി പ്രൊവൈഡർ ഒക്കെ പോലെ, അതായത് ഏതെങ്കിലും സ്കെയിലർ ആണെന്നുണ്ടെങ്കിൽ ഡൈനാമിക്കലി അത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ, കാരണം എന്താ പറയാ, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഡിസൈഡ് കൗണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ സ്കെയിലറിന് മാറ്റാൻ പറ്റുക. അങ്ങനെ വരുമ്പോൾ മാക്സിൽ വന്നു കഴിയുമ്പോൾ അവിടെ നിൽക്കും. ചില മാക്സിൽ നിൽക്കുന്നതാണ്. അതെ അതെ, ഡിസൈഡ് മാറ്റും. ഈ മാക്സ് അങ്ങനെ ഡൈനാമിക്കലി മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ തേർഡ് പാർട്ടി ടൂൾസ് ഉപയോഗിക്കുമ്പോൾ പോലും സാധാരണ ഇതിൽ മാക്സ് വളരെ ഹൈ നമ്പർ വെക്കും. അതായത് ഭയങ്കര റാപ്പിഡ് ആയിട്ട് സ്കെയിൽ ചെയ്യുന്ന ക്ലസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ വളരെ ഹൈ നമ്പർ ഈ മാക്സ് വെക്കും. കാരണം മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് ഇൻസ്റ്റൻസ് ഒക്കെ ഓടിക്കുമ്പോൾ, അതായത് നമ്മളിപ്പോ സാധാരണ വെക്കുന്ന 100 ആണെങ്കിൽ അത് 500, 1000 എന്നുള്ള ഒരു നമ്പറൊക്കെ ചിലപ്പോൾ വെക്കും. അതിന് റിസ്ക് ഉണ്ട്. ബട്ട് സ്റ്റിൽ, അതായത് സ്കെയിൽ അപ്പും സ്കെയിൽ ഡൗണും ഡൈനാമിക്കലി ചെയ്യുന്ന എൻവയോൺമെന്റിലാണ് ഞാൻ പറയുന്നത്. അവിടെ ഈ മാക്സ് നോഡിന് അപ്പുറത്തേക്ക് ക്ലസ്റ്റർ ഓട്ടോ സ്കെയിലറിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആർക്കെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതൊരു കോൺഫ്ലിക്റ്റ് എന്നുള്ളതല്ല, ഓട്ടോ സ്കെയിലറിന്റെ മാക്സിമം ലിമിറ്റ് എന്നുള്ളതാണ് ഈ എന്താണ് ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പിൽ കൊടുത്തിരിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ്. ഇത് മാനേജ്ഡ് നോഡ് ഗ്രൂപ്പ് എന്നാണ് കേട്ടോ സുകന്യ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമാണെന്ന് എനിക്കറിയില്ല. സെയിം ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാണെങ്കിലും ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തിട്ടാണല്ലോ ഇത്. അപ്പം ഡിസൈഡ് മാറ്റാൻ പറ്റും, മാക്സ് നോഡിന് ചേഞ്ച് വരുത്താൻ പറ്റില്ല എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. അത് കോൺഫ്ലിക്റ്റ് എന്നുള്ളതല്ല, അതാണ് അതിന്റെ ലിമിറ്റ്. അല്ലെങ്കിൽ ഇത് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, എത്ര വേണമെങ്കിലും പോകാൻ പറ്റില്ല. ഓക്കെ, വൈഷ്ണവ് അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഹലോ വൈഷ്ണവ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അതുപോലെ ആമിർ ഷെയർ ചെയ്തിരിക്കുന്നത് EKSന്റെ ലേറ്റസ്റ്റ് വേർഷനാണ്. 1.29 ജനുവരി 23 തൊട്ട് സപ്പോർട്ടാണെന്ന് കാണിക്കുന്നുണ്ട് അവിടെ. മേ ബി കിരണ് യൂസ്ഫുൾ ആയിരിക്കും, ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ വൈഷ്ണവ്, താങ്ക്സ്. ഓക്കെ, അമൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഓക്കെ സിമിലർ വേർഷന്റെ യൂസർ ഗൈഡ് അല്ലേ അമൽ? ഓക്കെ, സെയിം ഇതാണ് ഈ കേസിൻ്റെ. ഓക്കെ, ഉണ്ണി അതിൻ്റെ ഒരു ജസ്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ശേഖർ ചോദിച്ചതിൻ്റെ ജസ്റ്റ് ഇപ്പോൾ കിട്ടിയ ആൻസർ ഇട്ടിരിക്കുകയാണ്. മേ ബി എനിക്ക് തോന്നുന്നു ആദ്യം പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യാമായിരിക്കും. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യം അഡ്രസ്സ് ചെയ്യാതെ പോയിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ പറയാം, ചോദിക്കാം.
ഓക്കെ, ചോദ്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും ഇപ്പൊ പറയാവുന്നതാണ്. നമുക്ക് ഒരു 5-10 മിനിറ്റിനുള്ളിൽ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ അതിനു മുമ്പ് വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വിമൻ സ്പീക്കർ മന്ത് 2.0 ഫസ്റ്റ് സെഷനാണ് നമ്മൾ ഇന്നെടുത്തത്. സോ എനിക്കൊന്ന് കുറച്ച് കൂടുതലായിട്ട് പുതിയ ആളുകൾ ഉണ്ടായിരുന്നു. സോ ആരെങ്കിലും 1-2 പേര് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ നമ്മുടെ സ്ഥിരമായിട്ട് തരാറുള്ള ഫീഡ്ബാക്ക് ഫോം നമ്മുടെ ഓരോ സെഷൻ്റെ അതിവിടെ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ സെഷനിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട്, ഈ റൂമിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ദയവായിട്ട് അത് ഫില്ല് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. സോ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ ദയവായിട്ട് ഈ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്യുക. എനിക്ക് തോന്നുന്നു ആരും അൺമ്യൂട്ട് ചെയ്ത ഫീഡ്ബാക്ക് സംസാരിക്കുന്നില്ല. സുകന്യ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓപ്പർച്യൂണിറ്റി തന്നതിൽ താങ്ക്സ് ഡെവോപ്സ് മലയാളത്തിന്. പിന്നെ ഇൻട്രൊഡക്ഷൻ സെഷൻ ആയിരുന്നു AKSന്റെ. അപ്പം കൂടുതൽ കാര്യമായിട്ട് ഇൻഡെപ്ത് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് നെക്സ്റ്റ് ഒരു സെഷൻ അതും കൂടി വെച്ചിരുന്നെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും മേ ബി നമ്മുടെ ഇപ്പൊ ഈ ഒരു സീരീസ് ആയതുകൊണ്ട് കുറച്ച് പാക്ഡ് ആയിരിക്കും അത്. പക്ഷേ കാർപ്പന്ററിന്റെ സെഷനൊക്കെ ഓൾറെഡി റിക്വസ്റ്റഡ് ആയിരുന്നു. നമ്മൾ ഓഫ്ലൈൻ ഇവന്റിൽ അത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓൺലൈനിൽ നമുക്ക് വെക്കാവുന്നതാണ്. കാർപ്പന്റർ പോലെയുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റിക്വസ്റ്റ് വരുവാണെങ്കിൽ അങ്ങനെ. അത് നമ്മൾ ഈ ഫീഡ്ബാക്ക് ഫോമിൽ നിന്നാണ് അത്തരം ഇത് കളക്ട് ചെയ്യാറുള്ളത്, എന്താണ് സ്പെസിഫിക്കലി വേണ്ടത് എന്നുള്ളത്. ഓക്കെ ഓക്കെ, താങ്ക് യു സുകന്യ. അപ്പോൾ നമ്മുടെ ഡെവോപ്സ് മലയാളത്തിന്റെ വിമൻ സ്പീക്കർ മന്ത് 2.0 നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു വിമൻ സ്പീക്കർ മന്ത് ചെയ്തത്. അന്ന് 5 സെഷൻ ഉണ്ടായിരുന്നു. 5 സെഷൻ 5 ആഴ്ചകളിലായിട്ട്, മാർച്ച് മാസത്തിലെ 5 ആഴ്ചകളിലായിട്ട്. കാരണം മാർച്ച് 8 ആണ്, ഇപ്പോൾ നാളെയാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ. തുടക്കത്തിൽ നമ്മുടെ സ്പീക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷാരി ആയിരുന്നു. ഷാരി നമ്മുടെ ഡെവോപ്സ് നടന്ന സ്പീക്കറാണ്. അതുപോലെ IBM-ൽ ഒരു ക്ലൗഡ് ഡെവലപ്പറാണ്, ക്ലൗഡ് എഞ്ചിനീയർ ആണ്. ഷാരി സൂചിപ്പിച്ച പോലെ ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ ഒരു തീം. സോ നമ്മുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് തീർച്ചയായിട്ടും ഇൻക്ലൂഷനെ, ആ ഒരു വിമൻ ഇൻക്ലൂഷനെ ഇൻസ്പയർ ചെയ്യുന്ന, തീർച്ചയായിട്ടും അതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും തീർച്ചയായിട്ടും ആ ഒരു തീമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു നമ്മളുടെ ഈ ഒരു ഇനിഷ്യേറ്റീവ് പോയത്. സോ ഇന്ന് ആദ്യത്തെ സെഷൻ സുകന്യ ആണ് ഡെലിവർ ചെയ്തത്. സുകന്യ ഒരു AWS കമ്മ്യൂണിറ്റി ബിൽഡറാണ്, അതുപോലെ തന്നെ ഡെവോപ്സ് എഞ്ചിനീയർ ആണ്, ക്യൂബസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് സുകന്യനെ AWS യൂസർ ഗ്രൂപ്പ് കൊച്ചി വഴിയാണ് കൂടുതൽ പരിചയം. വളരെ ആക്റ്റീവായിട്ടുള്ള, എനിക്ക് തോന്നുന്നു നമ്മുടെ കൊച്ചിയിലൊക്കെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ AWS യൂസർ ഗ്രൂപ്പ് കൊച്ചിയാണ്. ഡെവോപ്സ് മലയാളം തുടങ്ങാൻ തന്നെ ഒരു പ്രചോദനമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണത്. സോ താങ്ക് യു സുകന്യ, ആദ്യമായിട്ട് വന്ന് സംസാരിച്ചതിൽ, ഈ കേസ് സെഷൻ എടുത്തതിൽ. താങ്ക് യു. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം, ഇന്ന് മോഡറേറ്റ് ചെയ്യാനായിട്ട് കൂടി നമ്മൾ വിമൻ മോഡറേറ്റേഴ്സ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല. നമ്മളൊരു 1-2 മീറ്റിംഗ് കൂടി വെച്ചിരുന്നു. കാരണം നമ്മുടെ ഓപ്സ് ടീമിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ മോഡറേറ്റ് ചെയ്യാനും നമുക്ക് ലേഡീസിനെ ആവശ്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വിമൻ സ്പീക്കർ മന്ദിരം എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചകളിൽ നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. വിമൻ മോഡറേറ്റേഴ്സ് ഉണ്ടാകും. അത് മാത്രമല്ല, നമ്മുടെ ഓപ്സ് ടീമിലേക്ക് ഇവിടെയുള്ള ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുള്ള ആർക്കെങ്കിലും നമ്മുടെ ഓർഗനൈസിംഗ് ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അത് മോഡറേറ്റേഴ്സ് ആയിട്ടും അതുപോലെ മറ്റ് ഓർഗനൈസിങ് ആക്ടിവിറ്റീസ് ആയിട്ടാണെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ കോൺടാക്ട് ചെയ്യാം. വെബ്സൈറ്റിന്റെ ലിങ്ക് കൂടി ഞാൻ ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, സോ ഓക്കെ, അപ്പോൾ കൂടുതൽ പേര് വിമൻ കമ്മ്യൂണിറ്റി എന്നുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ലേഡീസ് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പൊ നമുക്ക് സ്പീക്കേഴ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് ഓർഗനൈസിംഗ് ടീമിലും ആവശ്യമുണ്ട് ലേഡീസ് ആയിട്ടുള്ളവർ. ഓക്കെ, സോ ഇന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. അതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജോജി,
അതുപോലെ ആമിർ, ചോദ്യം ചോദിച്ചവരുണ്ട്, ഉണ്ണി, അതുപോലെ ചോദ്യം ചോദിച്ച എല്ലാവർക്കും, ആരുടെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച മോസ്റ്റ് പ്രോബബ്ലി ഒരു AKS ബേസ്ഡ് സെഷൻ ആയിരിക്കും. കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് 3 മേജർ ക്ലൗഡ് പ്രൊവൈഡറിലെയും കുബർനെറ്റീസ് ഓഫറിങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആദ്യത്തെ 3 ആഴ്ചകളിൽ. സോ മോസ്റ്റ് പ്രോബബ്ലി ഒരു AKS ബേസ്ഡ് സെഷൻ ആയിരിക്കും അടുത്ത ആഴ്ച ഉണ്ടാവുക. അത് ഗ്രൂപ്പുകളിൽ അതുപോലെ പേജിലൊക്കെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഒരിക്കൽ കൂടി ഇന്നത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ സെഷന്റെ കീ ടേക്ക് അവേസ് അതുപോലെ റെക്കോർഡിംഗ് വരുന്ന ദിവസങ്ങളിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ. നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ ആരോ വന്നിട്ട് ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്, ആരാണെന്ന് എനിക്കറിയില്ല. താങ്ക്സ് പ്രവീൺ, താങ്ക്സ് വൈഷ്ണവ്, താങ്ക്സ് രാജീവ്, താങ്ക്സ് ശേഖർ. ഓക്കെ, ഞാൻ എന്തൊക്കെയാലും ഇദ്ദേഹത്തെ കൂടി അഡ്മിറ്റ് ചെയ്തേക്കാം, ചോദിച്ചതല്ലേ. ഹായ് ശ്രീജിത്ത്, നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. മേ ബി നിങ്ങൾ ലേറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, ശ്രീജിത്ത് ജസ്റ്റ് ജോയിൻ ചെയ്തതാണ്. എനിവേ ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ, ഗുഡ് നൈറ്റ്.